കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കാതുകളിൽ ഇത് നിവൃത്തിയായി. എന്തായിരുന്നു ഇതിൻ്റെ പശ്ചാത്ഭാഗം? യേശു പതിവ് പോലെ കപ്പർന്നഹൂമിലെ ദേവാലയത്തിൽ വന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നുവെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തൊട്ടു, പതിവിന് വിപരീതമായി ചിലതുണ്ടായിരുന്നു. യേശു വന്ന വരവ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വായിച്ചാൽ ഈ കാര്യങ്ങൾ വല്ലതും നടക്കുമോ? ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കയറി യെശയ്യാവിൻ്റെ പുസ്തകം തരാൻ പറഞ്ഞാൽ അന്നത്തെ ലൈബ്രറിയൻ, പുസ്തകം സൂക്ഷിപ്പുകാരൻ യെശയ്യാവിൻ്റെ പുസ്തകം എടുത്തു കൊടുക്കുമോ? അതൊക്കെ എടുത്ത് പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ആത്മീയ അധികാരം വ്യാപരിക്കണ്ടേ? അങ്ങനെ ഒരു ആത്മീയ അധികാരം വ്യാപരിക്കുന്നെങ്കിൽ ആത്മീയ അധികാരം എവിടുന്ന് വന്നു എന്നിവ ഒന്ന് മനസ്സിലാക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ഒത്തവണ്ണം ആക്കേണ്ടതിന്, ക്രിസ്തു ഏത് രീതിയിലാണെന്ന് വന്നത് എന്നൊന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകാ പുരുഷനാകയാൽ തൻ്റെ മാതൃക നാം അങ്ങേയറ്റം അംഗീകരിക്കേണ്ടതാണ്. ഭൂമിയിൽ മറ്റാരേക്കാളും ഉന്നതമായ മാതൃകാ പുരുഷനാണ് ക്രിസ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെയോ സഹോദരന്മാരുമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം വേണമോ അതോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമോ എന്നൊരാശയത്തെക്കുറിച്ച് സംസാരമുണ്ടായി. എനിക്ക് തോന്നുന്നത്, എനിക്ക് ഒരുപാട് മെയിലുകൾ വന്നെങ്കിലും അധികവും ഞാൻ വായിക്കാതെ വിട്ടു. കാര്യം ജീവിതത്തിൽ 10-70 വയസ്സായില്ലേ, ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ പകർത്തി അയക്കുന്നതല്ലാതെ മറുപടി അർഹിക്കുന്നതൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് പലതിനും ഞാൻ മറുപടി അയച്ചില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ച കൽപ്പന, താനാണ് മാതൃകാ പുരുഷൻ. അതിനകത്ത് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് എഴുതി. പത്രോസ് അല്ല എൻ്റെ ദൈവം, യേശുവാണ് എൻ്റെ ദൈവം. ആകയാൽ പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു എന്നൊരു വാക്യമുണ്ട്. അതിന് വ്യക്തമായ മലയാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. യേശു കൊടുത്ത അധികാരത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന ആശയത്തിലാണ് ഒനോമ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ എടുത്തു പറയുകയുണ്ടായി. നിൽക്കട്ടെ, പത്രോസ് അല്ല എൻ്റെ മാതൃകാ പുരുഷൻ, യേശുവാണ് എൻ്റെ മാതൃകാ പുരുഷൻ. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നെങ്കിലും നാം നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെയാണ്. ആകയാൽ മാതൃകാ പുരുഷനായി യേശുവിനെക്കുറിച്ച് ഒന്ന് വേഗത്തിൽ ഓടിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. യേശുവിൻ്റെ ജനനം. തൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ ആയിരുന്നു. പാപമില്ലാത്ത ഒരു ജനനം തനിക്ക് സിദ്ധിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനായ യേശു മറിയയിൽ വചനം ജഡമായി ഉരുത്തിരിയുകയും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കുമെന്ന് പറഞ്ഞ മാത്രയിൽ ആ ഉരുത്തിരിഞ്ഞ ജഡത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയും അങ്ങനെ യേശു 9 മാസങ്ങൾക്ക് ശേഷം ജനിക്കുകയും ചെയ്തു. ആ പാപമില്ലാത്ത ഒരു വിശുദ്ധ ജനനം, മറ്റാർക്കുമില്ലാത്തൊരു ജനനം തനിക്കുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ പാട്ടുപാടുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാടി, നിനക്ക് തുല്യൻ നീ തന്നെയാണ്, വേറെ ആരും ഇല്ല, തുല്യം ചൊല്ലുവാൻ മറ്റാരുമില്ലാത്ത ആ ദൈവപുത്രൻ്റെ ജനനം തന്നെ വ്യത്യസ്തമായിരുന്നു. നമുക്കങ്ങനെയൊന്ന് ജനിക്കാൻ ഒക്കുമോ? ഇല്ല. പക്ഷെ നമുക്ക് ജനിക്കാൻ ഒക്കുന്നതിനെ വീണ്ടും ജനനം എന്ന് വിളിക്കും. വചനത്താൽ ആത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവ പൈതൽ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് നമ്മുടെ വീണ്ടും ജനനത്തെ ഉപമിക്കുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ വായിക്കേണ്ട 40-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു എന്ന് കാണാം. ആത്മാവിനാൽ ജനിച്ചവനായ യേശുവിനെക്കുറിച്ച് പറയുകയാണ്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. യേശു ഒരു പ്രാവശ്യം കൂടെ ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിൽ ജനിച്ച യേശുവിന് ആത്മാവിൽ ബലപ്പെടണമോ? വേണമായിരുന്നു. ആത്മീയത്തിൽ ജനിച്ച നാം, വീണ്ടും ജനനം പ്രാപിച്ച നമ്മളും ആത്മാവിൽ ബലപ്പെട്ടേ മതിയാകും. അടുത്തത് 3, യേശു 12 തിരുവയസ്സിനകം വിശുദ്ധ ദൈവവചനം പഠിച്ചു. 12-ാമത്തെ വയസ്സിൽ താൻ ദേവാലയത്തിലേക്ക് പോകുകയും 3 രാപകലുകൾ ദേവാലയത്തിൽ ചിലവഴിച്ച് ശാസ്ത്രിമാരുടെ മുൻപിലും വേദവിദ്യാഭ്യാസം കൊടുക്കുന്നവരുടെ മുൻപിലും തൻ്റെ അറിവും കഴിവും പ്രകടമാക്കുകയും, ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന് എന്ന് 12-ാമത്തെ വയസ്സിൽ തന്നെ ആളുകൾ അത്ഭുതം കൂറുമാറാകുകയും ചെയ്തു. യേശുവിനെ തിരക്കിച്ചെന്ന മാതാപിതാക്കളോട് 3 ദിവസയ്ക്ക് ശേഷം യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ അന്വേഷിച്ചതിൻ്റെ കാരണം എന്ത്? ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? വചനം പഠിച്ചതിനൊത്തവണ്ണം തൻ്റെ പിതാവിൽ നിന്നുള്ളവനെന്ന് ഉറക്കെ പറയുവാൻ തനിക്ക് അധികം പ്രാഗൽഭ്യം ലഭിച്ചു, അതും ദേവാലയത്തിൽ വെച്ച്. 2-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നില്ല, യേശു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് കാണാം. എത്ര വയസ്സുവരെ? 30-ാമത്തെ തിരുവയസ്സ് വരെ. 12-ാമത്തെ വയസ്സിലാണ് യേശു ദേവാലയത്തിൽ ചെല്ലുന്നത്. തുടർന്ന് വീട്ടിൽ വന്ന് 30 വയസ്സുവരെ കീഴടങ്ങിയിരുന്നു. 12-ാം വയസ്സിൽ തിരിച്ചു വന്നാൽ 13-ലോട്ട് കയറുകയാണ് എന്ന് പറഞ്ഞാൽ ടീനേജ് പ്രായം മുതലും യങ് അഡൽട്ട് ഏജും യേശു ഒരുപോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നുവെന്ന് കാണാം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ജീവിതം
നശിപ്പിച്ചിട്ടില്ലാത്തവരെ ഞാൻ ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ. നമ്മുടെ മാതൃകാ പുരുഷൻ അയൽവക്കത്തെ ഗുണ്ടയല്ല, റൗഡിയല്ല. നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവായ യേശു ആണെങ്കിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ, സൽസ്വഭാവികളായി വളരുവാൻ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കാര്യം നിങ്ങൾക്കും വായിക്കുവാനും പ്രസംഗിക്കുവാനും യേശുവിനെ കുറിച്ച് പറയുവാനുമുള്ള ഒരു പ്രായം വരുമ്പോൾ ഒരു ഇച്ഛാഭംഗം ജീവിതത്തിൽ ഉണ്ടാകാതെ ആ ടീനേജ് മുതൽ കീഴടങ്ങിയിരിക്കുവാൻ, മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. 52-ാമത്തെ വാക്യത്തിലാകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ യേശു മുതിർന്നു വന്നുവെന്ന് കാണാം. ആര് കണ്ടാലും കൃപ കാണിക്കത്തക്കവണ്ണം നാട്ടുകാരുടെ മുൻപിലും വീട്ടുകാരുടെ മുൻപിലും സൽസ്വഭാവി എന്ന് പേരെടുത്തുകൊണ്ട് എൻ്റെ യേശു വളർന്നു. അടുത്തത്, ഇതോടുകൂടെ തന്നെ തൻ്റെ സ്വന്തം ജീവിതത്തെ താനും ദൈവവും ചേർന്ന് ക്രമീകരിച്ചു. തൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടിക്കാണും. യേശു തൻ്റെ പിതാവായിരുന്ന ആ തച്ചനെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഭൗതിക പിതാവ് ലോകപ്രകാരം തൻ്റെ വളർത്തപ്പനായിരുന്നെങ്കിലും അപ്പനെന്നറിയപ്പെട്ടിരുന്നയാൾ, അല്ലെങ്കിൽ തനിക്ക് ആഹാരത്തിനുള്ള മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുന്നയാൾ ഒരു തച്ചനായിരുന്നു, ഒരു കാർപ്പൻ്ററായിരുന്നു. യേശു ജോലിയിൽ തൻ്റെ പിതാവിനെ സഹായിച്ചതിന് ചെറിയ സൂചനകൾ തിരുവചനത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു വാചകമേ ഉള്ളൂ, എൻ്റെ നുകം മൃദുവാണ് എന്ന് യേശു പറഞ്ഞൊരു വാചകമുണ്ട്. അപ്പോൾ യേശു നുകമുണ്ടാക്കുമായിരുന്നെന്നും കാളയുടെ കഴുത്തിൽ വെക്കേണ്ട നുകത്തിൻ്റെ ഭാഗം നന്നായി മിനുക്കിയ പുറത്തെടുക്കത്തുള്ളായിരുന്നുവെന്നും എന്ന് പറഞ്ഞാൽ അപ്പനോട് മര്യാദ കാണിച്ച് ജോലി കാര്യങ്ങളിൽ സഹകരണം പുലർത്തുകയും ജീവികളോട് വളരെ മര്യാദ കാണിച്ച്, അതിൻ്റെ അർത്ഥം ജീവികൾ ജോലി ചെയ്യേണ്ടെന്നും പറഞ്ഞ് അവരെ പിരിച്ചു വിട്ടേച്ച് ഞാൻ തന്നെ നുകമെടുത്തോളാമെന്ന് പറയുകയല്ല. നുകം കാളയുടെ കഴുത്തിൽ തന്നെ വെക്കുകയും ആ കഴുത്തിൽ ഇരിക്കുന്ന ഭാഗം ഏറ്റവും സ്മൂത്തായി ഉണ്ടാക്കുകയും ചെയ്തതിനാൽ എൻ്റെ നുകം മൃദുവെന്ന് യേശുവിന് തന്നെ പറയുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ കാണിക്കേണ്ട സകല മാതൃകകളും സകലയിടത്തും കാണിച്ച് യേശു തൻ്റെ മാതാപിതാക്കളെ സഹായിച്ച് വന്നു എന്ന് കാണുവാൻ കഴിയും. ഇങ്ങനെ തൻ്റെ സ്വന്തം ജീവിതത്തെ യേശു ക്രമീകരിക്കുമ്പോൾ ദൈവം മറ്റൊരു കാര്യം ചെയ്തു, തൻ്റെ ആത്മീയ അന്തരീക്ഷത്തെ ക്രമീകരിച്ചു. ഇതാ, യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ ജനനത്തിന് 6 മാസം മുൻപേ ജനിച്ചു. താൻ മരുഭൂമിയിലേക്ക് ഇറങ്ങി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വിവരം വിളിച്ചു പറഞ്ഞു. മാനസാന്തരത്തെക്കുറിച്ച് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. ലൈഫ് കോഡ് എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പട്ടാളക്കാർ ആരെയും ബലാത്കാരം ചെയ്യാതെ തങ്ങൾക്ക് ലഭിക്കുന്നത് മതി എന്ന് വെക്കണം എന്ന് പറഞ്ഞു. ചുങ്കക്കാർ ചുങ്കം പിരിക്കുമ്പോൾ അയോഗ്യമായി ചെയ്യാതെ യോഗ്യമായി ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. സാധാരണക്കാർ എന്തു വേണം, ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് സന്മാർഗ ഉപദേശം കൊടുത്ത് മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ സ്നാനപ്പെടുത്തുന്ന കൂട്ടത്തിൽ താൻ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളുടെ നടുവിൽ ഒരുത്തൻ നിപ്പുണ്ട്, ഞാൻ ക്രിസ്തു അല്ല, ഞാൻ മശിഹയല്ല, പകരം മശിഹ നിങ്ങളുടെ നടുവിലുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യേശുവിനെക്കുറിച്ചുള്ളൊരു വാണിംഗ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ആളുകൾ വളരെ മുഷിഞ്ഞു വന്ന് യോഹന്നാനോട് ചോദിച്ചു, നീ ആരാണ് പറ, നീ ഏലിയ പ്രവാചകനാണോ? ഇദ്ദേഹം പറഞ്ഞു, അല്ലേ അല്ല, പിന്നെ നീ ആരാ? ഞാനൊരു ശബ്ദമാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണ് ഞാൻ കേവലം ശബ്ദമാണ്. ഈ ശബ്ദത്തിൻ്റെ ഉടമസ്ഥൻ എൻ്റെ പിൻപിൽ നിപ്പുണ്ട്, നിങ്ങളുടെ ഇടയിലാണ്. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് യേശുവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു എൻവയർമെൻറ്റ്, ഒരു അവയർനെസ് എല്ലാം സൃഷ്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു സ്നാനപ്പെടുവാൻ വേണ്ടി വരുന്നത്. ഒരു ഭയങ്കര ചോദ്യം, ഞാൻ സ്നാനപ്പെടുന്നത് യേശുവിനോട് ചേരാനാ? യേശു ആരോട് ചേരാനാ സ്നാനപ്പെട്ടത്? യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്ന പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ്. കാര്യം പാപമോചന സ്നാനമാണ് കഴിപ്പിച്ചത്. യേശുവേ, അങ്ങ് പാപം ചെയ്തു, ഒന്നുമില്ല, പിന്നെ എന്തിനാണ് അങ്ങ് സ്നാനപ്പെട്ടത്? ഞാൻ സ്നാനപ്പെട്ടത് എൻ്റെ പുറകെ വരുന്ന സകല ക്രിസ്ത്യാനികൾക്കും ഒരു മാതൃകയായിരിക്കേണ്ടതിനാ. ആരെങ്കിലും മാതൃകാദോഷികളെ അംഗീകരിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യമായ മാതൃക യേശുവാണ്. തിരിച്ചറിവിൻ്റെ പ്രായമായ ശേഷം തൻ്റെ പൊതു ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ താൻ സ്നാനമേറ്റ ശേഷം പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിച്ചു. ഈ പൊതു ശുശ്രൂഷകളിൽ പ്രവേശിക്കുന്നവർ സ്നാനം ഏൽക്കാതെ പൊതു ശുശ്രൂഷയ്ക്ക് പോയാൽ അത് ദൈവത്താൽ അംഗീകൃതമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക, സ്നാനപ്പെടുക മുതലായത് പൊതു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രാരംഭ രംഗങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷം വേണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ. അതിന് മുമ്പേ ഒരാൾ ഇറങ്ങിയെന്ന് പറഞ്ഞാലോ അത് ദൈവിക അതോറിറ്റിയിലാണെന്ന് വിശ്വസിക്കുവാൻ ആരെയും കൂലിക്കെടുക്കേണ്ടി വരും. കാര്യം എന്നെപ്പോലൊരാളിന്, തിരുവചനത്തിൽ പരിചയമുള്ള ഒരാളിന് അത് ദൈവിക ശുശ്രൂഷ എന്ന് വിശ്വസിക്കുവാൻ പ്രയാസം വരും. കാര്യം ഈ പ്രാഥമിക ഘടകങ്ങൾ അതിനു മുന്നമേ കഴിഞ്ഞിരിക്കണം. യേശു സ്നാനമേറ്റു ശുശ്രൂഷയ്ക്ക് മുന്നമേ. യേശു സ്നാനമേൽക്കുകയും സ്വർഗം തുറന്നു. ആകാശത്തു നിന്ന് പിതാവ് സംസാരിക്കുവാൻ തുടങ്ങി. പിതാവായ ദൈവത്തെ അവിടെ കാണാം. ആത്മാവ് പ്രാവുന്നതുപോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിനെ അവിടെ കാണാം. പിതാവ് സ്വർഗത്തിൽ നിന്നൊരു സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. യേശുവിനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ.
കാലങ്ങൾക്ക് മുൻപേ അബ്രഹാം മുതലായ പിതാക്കന്മാർ, അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞു, അബ്രഹാമിൻ്റെ ജീവിതശൈലിയിൽ ജാതിയിൽ നിന്ന് വിളിച്ചു വേർക്കപ്പെട്ടവനായതുകൊണ്ട് ജാതികളുടെ കസ്റ്റംസിൽ പലതും അബ്രഹാമിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറിയില്ല. ആകയാൽ അബ്രഹാമിൻ്റെ കയ്യിൽ ബൈബിൾ ഏൽപ്പിക്കുവാൻ ദൈവവും വിസമ്മതിച്ചു. അബ്രഹാമിന് ചില കൽപ്പനകൾ ലഭിച്ചുവെങ്കിലും ബൈബിൾ അബ്രഹാമിൻ്റെ കയ്യിൽ കൊടുത്തില്ല. അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്കും പൂർണ്ണമായി വേർപെട്ടുവെന്ന് പറയുവാനില്ല. തൻ്റെ ജീവിതത്തിലും ജാതികീയമായ പാരമ്പര്യങ്ങളിൽ പലതും ഉണ്ടായിരുന്നു. യാക്കോബിലും അതുപോലെ തന്നെ കണ്ടു. പലരും അവരൊക്കെ അങ്ങനെ ചെയ്തില്ലേ, മുക്കുത്തി വാങ്ങിച്ചില്ലയോ, മോതിരം വാങ്ങിച്ചില്ലയോ, പിന്നെ ഇതെല്ലാം വാങ്ങിച്ചെന്നേ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും കയ്യിൽ കർത്താവ് തിരുവചനം ഏൽപ്പിക്കാഞ്ഞത്. മോശയുടെ കാലം വരെ അവർ മാനസാന്തരത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക്, വ്യതിയാനത്തിൽ നിന്ന് വ്യതിയാനത്തിലേക്ക്, വേർപാടിൽ നിന്ന് വേർപാടിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പല പിതാക്കന്മാരെയും ദൈവം വിളിക്കുകയും അവരെ ഒക്കെ നടത്തുകയും ചെയ്തു. അബ്രഹാം മുതൽ മോശ വരെയുള്ളവരെ നടത്തിക്കൊണ്ടുവന്ന് മോശയുടെ കയ്യിലാണ് ദൈവത്തിൻ്റെ തിരുവചനം ഏൽപ്പിക്കുന്നത്. ഓക്കെ, കർത്താവായ യേശു മോശ പർവ്വതമുകളിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി. മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. ദൈവിക തേജസ് മോശയിൽ ഉണ്ടായിരുന്നു. ആ തേജസ്കരിക്കപ്പെട്ടവനായ മോശ ജനത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നതോടുകൂടെ തൻ്റെ മുഖത്ത് നോക്കുവാൻ ജനം ഭയപ്പെട്ടു. ഒടുവിൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ ഒക്കത്തില്ല, നീ മുഖത്ത് ഒരു മൂടുപടമിടണം. യഹോവയായ ദൈവത്തിൻ്റെ ശബ്ദം ആ ദിവസങ്ങളിൽ ജനം നേരിട്ട് കേട്ടിരുന്നു. ജനം നേരിട്ട് കേട്ടിരുന്നപ്പോൾ ജനം പറഞ്ഞു, ഈ ശബ്ദം ഇടിമുഴക്കത്തിന് തുല്യമായ ഈ ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ഈ ശബ്ദം, ദൈവശബ്ദം ഭയങ്കര ഗാംഭീര്യമുള്ളതാണ്. ഇടിമുഴക്കം പോലുള്ള ഈ ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള ഈ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ കാതുകൾക്ക് അത് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ ശബ്ദമാണിത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കരുത്, മോശ മാത്രം സംസാരിച്ചാൽ മതി. അന്ന് സ്വർഗത്തിൽ നിന്നൊരു അരുളപ്പാടുണ്ടായി, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതല്ല. ഞാൻ പഴയ നിയമഭാഗം ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്നു മുതൽ യഹോവയായ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതല്ല. എന്നുവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് മോശയെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അവൻ വരുന്നത് വരെ, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയാണത്. ഞാൻ മോശയെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ഇസ്രയേലിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവൻ വരുന്നതുവരെ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയില്ല. അവിടെ ദൈവശബ്ദം നേരിട്ട് കേൾക്കാതെ വണ്ണം മോശ മുഖേനയും പിന്നെ പ്രവാചകന്മാർ മുഖേനയും ദൈവം ഇടപെട്ടു. ഒടുവിലത്തെ പ്രവാചകനായിരുന്ന യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവം സംസാരിച്ചു. തുടർന്നാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും സ്നാനമേറ്റ ശേഷം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതും. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയും മീതെ സ്വർഗം തുറന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു വാചകം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മോശയുടെ കാലത്ത് ഇനി ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കരുത്, മോശ സംസാരിച്ചാൽ മതി എന്ന് പിതാക്കന്മാർ ദൈവശബ്ദത്തെ നിഷേധിച്ചത് നാൾ മുതൽ ഈ നിമിഷം വരെ ദൈവശബ്ദം പിന്നത്തേതിൽ ഡയറക്റ്റായി ജനത്തോട് സംസാരിച്ചിട്ടില്ല. പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ അറിയിച്ചിട്ടുണ്ടെന്നാൽ ജനത്തോട് പൊതുവിൽ സംസാരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ പ്രവാചകനാകുന്ന ക്രിസ്തു പ്രവാചകനായി എഴുന്നേറ്റ് വന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വർഗത്തിൽ നിന്ന് ഈ സാക്ഷ്യമുണ്ടായി. തൃത്വം എന്ന ആശയത്തിൽ ത്രിയേക ദൈവത്തെ തെളിയിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ദൈവം സ്നേഹം തന്നെ ആകുന്നുവെന്ന് തിരുവചനം പറയുന്നു. ദൈവം സ്നേഹമാകുന്നെങ്കിൽ ആരെ സ്നേഹിച്ചെന്നായി പറയുന്നേ? ദൈവത്തിൽ ഏകത്വം മാത്രമേ ഉള്ളെങ്കിൽ ആരെ സ്നേഹിച്ചു എന്ന സ്നേഹമെന്ന പദം പുറത്തു വരണമെങ്കിൽ രണ്ട് വ്യക്തികൾ എങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നിലധികം വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹമെന്ന പദം പുറത്തു വരാനൊക്കത്തുള്ളൂ. ആരെ സ്നേഹിച്ചെന്ന പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവ് പിതാവിനെയും അങ്ങനെ ത്രിയേക ദൈവം തമ്മിൽ സ്നേഹിച്ചു. നിശ്ചയമായും ഞാൻ അപ്പുറത്തോട്ട് പോകുന്നില്ല. ഇവിടെ വീണ്ടും ത്രിയേക ദൈവം ഒരുമിച്ച് പ്രത്യക്ഷമാകുന്നതായി കാണുന്നു. പിതാവാം ദൈവം കൽപ്പിച്ചു, പുത്രൻ ദൈവം തമ്പുരാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ പുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നു. പിതാവ് തന്നെക്കുറിച്ച് സാക്ഷീകരിച്ചു. യേശു ആത്മാവിനാൽ ജനിച്ചവനായിരുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ വീണ്ടും ആത്മാവിൽ ബലപ്പെട്ടവനാണ്. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിൽ വളർന്നവനാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ അഭിഷക്തനായി യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ഞാൻ ഇവിടെ പണ്ടൊക്കെ ഓർപ്പിച്ചിരുന്ന ഒരു കാര്യം ഒത്തിരി നാളായി ഓർപ്പിക്കാത്തത് കൊണ്ട് ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ, ക്ഷമിക്കണേ.
യേശു ഗലീലയിൽ നിന്ന് യോർദാൻ വരെ നടന്നു വന്നു. ആ ദൂരം കണക്ക് കൂട്ടുന്നവർ പറയുന്നത് ഏതാണ്ട് 10-60 കിലോമീറ്റർ ദൂരമാണ്. വൺ വേ 10-60 കിലോമീറ്റർ ദൂരമാണ്. യേശു സ്നാനമേൽക്കേണ്ടതിന് വേണ്ടി ഗലീലയിൽ നിന്നും യോർദാൻ വരെ നടന്നു വന്നു. ഒറ്റ പർപ്പസിന് വേണ്ടി വരികയാണ്. സ്നാനപ്പെട്ടേച്ച് അതുപോലെ തിരിച്ച് ഗലീലയ്ക്ക് പോവുകയും ചെയ്തു. ഏതാണ്ട് 120 കിലോമീറ്റേഴ്സ് ഒന്ന് സ്നാനപ്പെടാൻ വേണ്ടി യേശു കാൽനടയായി വരികയാണ്. യേശു വലിയ ലക്ഷറിയിൽ വിശ്വസിച്ചിരുന്ന ആളല്ല. അല്ലായിരുന്നെങ്കിൽ ഒരു കുതിരപ്പുറത്ത് വരാമായിരുന്നു. ആ കാലത്ത് കുതിരസവാരി സാധാരണമാണ്. പക്ഷെ താൻ കാൽനടയായിട്ടാണ് വന്നത്. മാത്രവുമായിരിക്കില്ല, സാധാരണക്കാരനൊരു നല്ല മാതൃകയും കൂടെയാണ്. കാൽനടയായി വന്നു. സ്നാനത്തിൻ്റെ പ്രാധാന്യത കാണിക്കുന്നതാണത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ പദം ഞാൻ പറയുകയാണ്. സാധാരണഗതിയിൽ പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കടയിൽ പോകുന്ന പതിവില്ല, അതിന് നേരമില്ലാത്തത് കൊണ്ട്. അതിൻ്റെ അർത്ഥം പച്ചക്കറി വാങ്ങത്തില്ലെന്നല്ല, കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. വേറൊന്നുമല്ല. ഒറ്റ കാര്യം, അതിന് വേണ്ടി പോകാതെ വേറെ എവിടെയെങ്കിലും പോയേച്ച് കടയുടെ മുന്നേ കൂടെ വരുമ്പോൾ അവിടുന്ന് പച്ചക്കറിയും കൂടെ വാങ്ങിക്കും. കട വരെ വരികയും പോവുകയും ചെയ്യാനുള്ള സമയം ലാഭിക്കാൻ വേണ്ടി. കാര്യം പച്ചക്കറി വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള പലതും ആ സമയം കൊണ്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പ്രാധാന്യം കുറഞ്ഞ കാര്യമാകയാൽ അതിന് വേണ്ടി യാത്ര ചെയ്യാതെ വേറൊരു യാത്രയിൽ അത് ഉൾപ്പെടുത്തും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ ബാക്കിയും കൂടെ തൊട്ടോട്ടെ. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചത് അങ്ങനല്ല. പോയ വഴിക്കൊരു കല്യാണം അങ്ങ് നടന്നതല്ല. കല്യാണം കഴിക്കാൻ വേണ്ടി പോയിരുന്നു. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, അവളും അങ്ങനെ തന്നെ അതിന് വേണ്ടി വന്നതാണ്. അതിനിടെ ധൃതി കൂടുതൽ കൊണ്ട് പോകുന്ന വഴിക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് നിനക്ക് അല്ല. അങ്ങനെ കാണിക്കുന്നവരുണ്ട്, അതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അതിനെ കല്യാണം കഴിക്കുക എന്നല്ല പറഞ്ഞാൽ, കല്യാണിച്ചു എന്നാണ് അതിനെ ഞങ്ങൾ വിളിക്കുന്നത്. കണ്ടൊരു സഹോദരൻ പറഞ്ഞ നിരാശയാണവൻ പോയ വഴിക്ക് കല്യാണിച്ചേച്ച് പോരുന്നു. നോക്കി, അതവിടെ ഇരിക്കട്ടെ. ഞാൻ വിവാഹം കഴിക്കാൻ പോയത് അതിന് വേണ്ടി പോയതാണ്. യേശു സ്നാനപ്പെടാൻ പോയ പോലെ അതിൻ്റെ പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഗൗരവമുണ്ട്. താൻ പോയ വഴിക്ക് സ്നാനപ്പെട്ടതല്ല. ഗലീലയിൽ നിന്ന് യോർദാൻ വരെ 60 കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന്. ഇതിനകത്തിരിക്കുന്നതിൽ ഇന്നും സ്നാനപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ രക്ഷകനെന്ന് വിശ്വസിച്ച് അത് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൽപ്പനപ്രകാരം ജലത്തിൽ മുങ്ങി, ഒരു അഭിഷക്തൻ്റെ കൈക്കീഴിൽ ജലത്തിൽ പൊങ്ങി വരുന്നതിനെയാണ് സ്നാനമെന്ന് വിളിക്കുന്നത്. ആ അനുഭവം ഇല്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ, യേശുവിന് ഇത് ആവശ്യമായിരുന്നെങ്കിൽ നിങ്ങൾക്കോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചോണം. യേശു സ്നാനമേറ്റു. യേശു സ്നാനമേറ്റ ശേഷം നേരെ ഗലീലയിലേക്ക് മടങ്ങിപ്പോരുന്നു. ആ പ്രധാന കാര്യം സാധിച്ചുകൊണ്ട് വന്നു. ഗലീലയിലേക്ക് മടങ്ങി വന്ന് യേശു നേരെ ഉപവസിക്കുവാനായിട്ടിരുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെയാണ് വന്നത്. ആത്മാവിനാൽ ജനിച്ചവൻ, ആത്മാവിൽ ബലപ്പെട്ടവൻ, ആത്മാവിനാൽ ഇപ്പോൾ നയിക്കപ്പെടുകയാണ്. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവൻ ഇപ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മ നടത്തിപ്പിനാൽ തിരിച്ച് ഗലീലയിലേക്ക് വന്നു. ഒരു 40 ദിവസത്തെ ഉപവാസം. 40 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 1:13 അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് കാണാം. മർക്കോസ് 1:13 വായിക്കണ്ട. അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. കാട്ടുമൃഗങ്ങളോടുകൂടെ ശക്തിയേറിയ പൈശാചിക പോരാട്ടത്തെ കുറിക്കുന്ന ഒന്നാണത്. ഉപവസിക്കാൻ ഇരിക്കുമ്പോൾ വരും സകല പോരാട്ടങ്ങൾ. ഞാൻ നേരത്തെ പറയുമായിരുന്നു, ചർച്ചിൻ്റെ എവിടെയും ഒരു ഭാഗം ഒന്നി പൊളിഞ്ഞു വീഴും, അല്ലെങ്കിൽ വെള്ളം ലീക്ക് ചെയ്യും. ഇത് റിപ്പയർ ചെയ്തേ പറ്റൂ, പണിയുടെ പുറകെ പോയേ പറ്റൂ. നേരെ ചൊവ്വേ ഇരുത്തുകയില്ല. പിള്ളേരുണ്ടെങ്കിൽ അവർ വഴക്കിട്ടെന്നിരിക്കും. രണ്ടായാലും പ്രാർത്ഥിക്കാൻ പോയാൽ ഇരിക്കത്തില്ല. ഉപവാസത്തിൻ്റെ സമയം യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു ആ 40 രാപകലുകൾ. ആ 40 രാപകലുകൾ താൻ ഒന്നും ഭക്ഷിച്ചില്ല. താൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. ഈ പോരാട്ടത്തിൻ്റെ നടുവിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും പോരാടുകയും വിശ്വാസം സൂക്ഷിക്കുകയും എല്ലാം കൂടെ നടക്കുമോ? നമുക്ക് പൗലോസ് അപ്പോസ്തലനോടൊന്ന് ചോദിക്കാം. അദ്ദേഹം പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കുറേ നാൾ വിശ്വാസം കാത്തു, പിന്നെ കുറേ നാൾ പോരാട്ടം നേരിട്ടു. നോ 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 ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇന്ന് പകൽ നീതിയുടെ കിരീടത്തിന് വേണ്ടി പോരുന്നവർ ഈ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ മറക്കരുത്. യേശു പോരാട്ടത്തിൻ്റെ നടുവിലും ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചുകൊണ്ടേയിരുന്നു. ആ 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. സാഹചര്യം വീണ്ടും അങ്ങ് മാറുകയാണ്. 40 ദിവസത്തെ വിശപ്പ് ഒരുമിച്ച് വരികയാണ്. ആ സമയത്താണ് വൻ പരീക്ഷകൻ അടുത്തു വരുന്നത്. ലൂസിഫർ നേരിട്ട് അടുത്തു വരികയാണ്. 3 പരീക്ഷകൾ അവർ യേശുവിന് കൊടുത്തു. ഞാൻ എവിടുന്നാണ് വരുന്നത്? ദേവാലയത്തിൽ വന്ന് പുസ്തകം നിവർത്തി വായിക്കുമെന്ന് പറയുമ്പോൾ തൻ്റെ മേൽ അതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഞാനൊന്ന് ഒരുമിച്ച് ചേർക്കുകയാണ്. ആത്മീക അതോറിറ്റിയും ആത്മീക അധികാരവും തോന്നിയതിൻ്റെ പുറകിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വ്യാപരിക്കുന്നതല്ല. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് കാണിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ മാതൃക ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം.
പലർക്കും ചിന്തയുണ്ട്, എൻ്റെ വാ കൊണ്ട് സംസാരിക്കുന്ന വാക്കുകളിൽ ക്രിസ്തുവിനെ പോലെ ഒരു അധികാരമില്ല. എവറീസിന് കാര്യം ഭയങ്കര പ്രശ്നമാണ് ഇതിനകത്തിരിക്കുന്ന മിക്കവർക്കുമുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ ഈ വിശദീകരിച്ച് വരുന്നത്, യേശുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, താൻ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തു, അതിനോട് ചേർന്ന് ദൈവം എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തു, ഇതെല്ലാം കൂടെ ഞാൻ ചിന്തിച്ചു വരികയാണ്. യേശു വലിയ പരീക്ഷണത്തിന് വേണ്ടി നിന്നു. ലൂസിഫർ നേരിട്ട് യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നു. 3 പരീക്ഷണങ്ങൾ. 3 പരീക്ഷണങ്ങളുടെയും പ്രത്യേകത അർത്ഥസത്യങ്ങൾ പറഞ്ഞ് തിരുവചനം കൊണ്ടുള്ള പരീക്ഷണമായിരുന്നു. അർത്ഥസത്യങ്ങൾ, പകുതി സത്യങ്ങൾ പറഞ്ഞ തിരുവചനം കൊണ്ടുള്ള പരീക്ഷണമായിരുന്നു. ഒന്ന്, നിനക്ക് വിശക്കുന്നല്ലോ, ഈ കല്ല് അപ്പമാകാൻ പറ. നീ ദൈവപുത്രനാണെങ്കിൽ സൃഷ്ടിപരമായ അധികാരം നിൻ്റെ നാവിലുള്ളത് കൊണ്ട്, എന്നോടും പലപ്പോഴും പിശാച് പറയും സൃഷ്ടിപരമായ അധികാരം നിൻ്റെ നാവിന്മേലുള്ളത് കൊണ്ട് ഇതങ്ങോട്ട് പറഞ്ഞേക്കാൻ. പിശാചാണ് എൻ്റെ ഹൃദയത്തിലെ തോന്നൽ തന്നതെന്ന് തോന്നിയാൽ ഞാനൊരു രോഗശാന്തിക്ക് പോലും പ്രാർത്ഥിക്കുകയില്ല. കാര്യം അവൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങുന്നതല്ല എൻ്റെ സ്വഭാവം. എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങുന്നതാണ്. തേണ്ട സാത്താൻ പറഞ്ഞതോടെ യേശു പറഞ്ഞു, അങ്ങനെയല്ല, നീ പകുതി സത്യമേ പറഞ്ഞുള്ളൂ, ബാക്കി പകുതി സത്യം ഞാൻ പറയാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. ഞാൻ ഈ പകുതി സത്യവും പൂർണ്ണ സത്യവും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഓർപ്പിച്ചിരുന്നു, എനിക്കൊന്ന് ഒരുപാട് പഴയ ക്ലാസ്സസ് ഞാനിപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ ക്ലാസ്സസ് ഞാനിങ്ങനെ ഒന്നുകൂടെ ആവർത്തിച്ച് എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്നാലും ഒന്ന് എളുപ്പം ഓർപ്പിക്കട്ടെ. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ വരുന്നതായ ചോദ്യങ്ങൾ ഒരു ശരി ഉത്തരവും ഒരു തെറ്റുത്തരവും കണ്ടേക്കാം. 6 + 6 = 12. അതിനകത്ത് ഒരു തെറ്റുത്തരം അതിനകത്തില്ല, അതതിൻ്റെ കറക്റ്റാണ്. ബാക്കി എന്നാ എഴുതിയാലും തെറ്റാ. പക്ഷെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഒരിക്കലും ചോദ്യത്തിൻ്റെ ഉത്തരം അതുപോലെ ക്ലിയർ ആകണമെന്നില്ല. അല്ലെങ്കിൽ പരീക്ഷിക്കുന്നയാൾ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം കൊടുക്കണമെന്നില്ല. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയിൽ ഉണ്ട് 6 + 6 = 12, 11, 13 പലതും ഇട്ടെന്ന് വരാം, അടുത്തടുപ്പിച്ച് വരുന്ന. അതിനകത്തുനിന്ന് ഒറ്റ ആൻസർ മാത്രമേ കറക്റ്റ് ഉള്ളൂ, ബാക്കി ഒന്നും കറക്റ്റ് അല്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഒരു PhD ലെവലിലോട്ട് മാറിയാൽ, എന്തിനപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് മാറിയാൽ, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് മാറിയാൽ, ഇതിനകത്തിരിക്കുന്ന മിക്കവർക്കും അറിയാവുന്നതാണ്, 100% കറക്റ്റായ ചോദ്യങ്ങളായിരിക്കത്തില്ല മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് വരുന്നത്. 80% കറക്റ്റായ ഉത്തരം, 90% കറക്റ്റായ ഉത്തരം, 95% കറക്റ്റായ ഉത്തരം, ഒരെണ്ണം കാണും 100%. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ തെറ്റിക്കുന്ന, അല്ലെങ്കിൽ 99% കറക്റ്റായ ഉത്തരം, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ തെറ്റിപ്പിക്കുവാൻ സാധ്യതയുള്ള അടുത്തടുത്ത് വരുന്ന പല കാര്യങ്ങൾ നമുക്കിവിടെ തിരഞ്ഞെടുക്കേണ്ടത് ദി എക്സലൻ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അവൻ മാത്രമേ പാസ്സാകത്തുള്ളൂ, ദി എക്സലൻ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ലോകത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും, അത് ചെയ്ത തെറ്റാണോ, ഇത് ചെയ്ത തെറ്റാണോ, മറുപടി ഇതെല്ലാം തെറ്റാണ്. കാരണം ദേ ആർ നോട്ട് എക്സലൻറ്റ്. നമുക്ക് എക്സലൻ്റ് ആൻസേഴ്സിലേക്ക് പോകുവാൻ, എക്സലൻ്റ് സ്റ്റെപ്പുകൾ എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. 1ാമത്തെ പരീക്ഷണം പകുതി സത്യം വെളിപ്പെടുത്തുന്നതായിരുന്നു. ബാക്കി പകുതി സത്യം പറഞ്ഞ് സാത്താനെ യേശു തോൽപ്പിച്ചു. 2ാമത് അവനെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയി. ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളും കാണത്തക്കവണ്ണം ഭൗതിക മണ്ഡലത്തിൻ്റെ ഉയർച്ചയുടെ അറ്റത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നേച്ച് പറഞ്ഞു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് നിൻ്റേതാകും. പകുതി പറഞ്ഞിടത്തോളം കാര്യം ശരിയാണ്. അവൻ്റെ കയ്യിലാണ് അധികാരമെന്ന് യേശുവിനറിയാം. അവന് വേണ്ടിയാണ് ഈ ഭൂമി സൃഷ്ടിച്ചതെന്നറിയാം. ബെഥലൈറ്റ്സിന് മുഴുവൻ ഇത് അറിയാവുന്നതാണ്. അതുകൊണ്ട് തെറ്റല്ലാത്ത ഒരു ചോദ്യമാണ് യേശുവിനോട് ചോദിച്ചത്. യേശു പറഞ്ഞു, പക്ഷേ നീ പകുതി കാര്യമേ പറഞ്ഞുള്ളൂ, ബാക്കി പകുതി ഞാൻ പറയാം. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ട്, ബാക്കി പകുതി സത്യം ഞാൻ പറയാം. അങ്ങനെ ഒന്ന് തൻ്റെ ദൈനംദിന ജീവിതത്തിലെ വിശപ്പിൻ്റെ വിഷയത്തിൽ, 2ാമത്തേത് അത് 40 ദിവസത്തെ വിശപ്പ് ഒരുമിച്ച് തീർക്കാനാണ്. 2ാമത്തേതിൽ ഭൗതിക ഉന്നതികളിൽ എത്തിച്ച്, ആദ്യമേ ദാരിദ്ര്യത്തിൽ പരീക്ഷിച്ചെങ്കിൽ 2ാമത് ശ്രേഷ്ഠതയിൽ പരീക്ഷിച്ചു. അവിടെയും സാത്താൻ തോറ്റതോടുകൂടെ ആത്മീക ഉന്നതത്വത്തിലേക്ക് കൊണ്ടുപോയി. അവനെ ദേവാലയത്തിൻ്റെ മുകളിൽ കയറ്റി ഉന്നതത്തിൽ കൊണ്ട് നിർത്തിയേച്ച് പറഞ്ഞു, കീഴോട്ട് ചാട്, നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുമല്ലോ. പറഞ്ഞ വാക്യം വളരെ കറക്റ്റാണ്. പക്ഷേ യേശു ബാക്കി സത്യം സാത്താനോട് എടുത്തു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സത്യങ്ങൾ വെളിപ്പെടുത്തി അർത്ഥസത്യത്തെ ജയിച്ചു. നമുക്കും വരും. യേശു കൃപയാലാണ് നമ്മെ രക്ഷിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളൊന്നും കാരണമല്ല. നീ പറഞ്ഞത് ശരിയാ പിശാചേ, പക്ഷെ ബാക്കി സത്യമുണ്ടല്ലോ. അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി എന്നാണ് ബൈബിളിൽ പറയുന്നത്. നീ എന്തേ പകുതി സത്യം മറച്ചു വെച്ചത്? ബാക്കി പകുതി സത്യം മറച്ചു വെച്ചിട്ട് എന്നെ നഷ്ടപ്പെടുത്താനാണോ, തോൽപ്പിക്കാനാണോ? നോ, ദൈവത്തിൻ്റെ സത്യങ്ങൾ കൊണ്ട് യേശു സാത്താനെ ജയിച്ചു. യേശു സാത്താനോട് പറയുന്നൊരു പ്രസ്താവനയുണ്ട്,
ഇഗെയിൻ മലയാള വേദപുസ്തകം വായിച്ചാൽ നമുക്കതങ്ങോട്ട് വ്യക്തമാകത്തില്ല. മലയാള വേദപുസ്തകം വായിച്ചാൽ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ സാത്താൻ കുറേ നാളത്തേക്ക് അവനെ വിട്ടുമാറി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ലൂക്കോസ് 4:13 കുറേ നാളത്തേക്ക് അവനെ വിട്ടുമാറി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ സംഭവം പല അപ്പോസ്തലന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി അതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടല്ല, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. ഒരേ കാര്യം തന്നെയാണെങ്കിലും 2-3 വ്യത്യസ്ത വാചകങ്ങളിലാണ് അവരത് ഉദ്ധരിക്കുന്നത്. ഇതിനകത്ത് കിങ് ജെയിംസ് വെർഷൻ എന്ന് വായിക്കുമ്പോൾ മത്തായിയുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവനെ വിട്ടുമാറി, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഇത് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് ഗെറ്റ് ദി ഹെൻസ്, ഇവിടെ നിന്ന് പോ എന്ന് യേശു പറയുന്നതായിട്ടേ കാണുന്നുള്ളൂ. പക്ഷെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4:8 ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, സാത്താനെ എന്നെ വിട്ടുപോയെന്നല്ല, സാത്താനെ എൻ്റെ പുറകോട്ട് മാറുന്നില്ല. നീ തോറ്റെന്നല്ല, എന്നേക്കും തോറ്റെന്നല്ല, നിന്നെ ഒരുപാട് പേർക്ക് തോൽപ്പിക്കാനുണ്ട്. ഞാൻ ഒരുത്തൻ തന്നെ നിന്നെ അങ്ങ് തോൽപ്പിച്ച് വിട്ടാൽ ശരിയാകുകയില്ല. നിന്നെ പലർക്കും തോൽപ്പിക്കാനുണ്ട്. പലർക്കും യുദ്ധം പഠിക്കാൻ വേണ്ടി നിന്നെയാണ് എനിക്ക് ഇട്ടുകൊടുക്കേണ്ടത്. അതുകൊണ്ട് നിന്നെ ഒരുപാട് പേര് തോൽപ്പിക്കണം. ഞാൻ സാധാരണ ഇത് പറയുമ്പോൾ എടുത്തു പറയാറുള്ള, ആത്മയുദ്ധം പഠിപ്പിക്കുമ്പോൾ എടുത്തു പറയാറുള്ള ഒരു കാര്യം, 1980കളുടെ ആരംഭം മുതൽ ഒരുപാട് പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, 1980കളുടെ ആരംഭം മുതൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പൂച്ചകളെ വളർത്തുന്ന പതിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പൂച്ച വന്നു വളർന്നതാണ്, വിലയ്ക്ക് വാങ്ങിച്ചതല്ല, വന്നു വളർന്ന പൂച്ചയാണ്. തള്ളപ്പൂച്ച കുഞ്ഞു പൂച്ചയെ ഇര പിടിക്കാൻ പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. ആരംഭത്തിങ്കൽ പോയിട്ട് ഒരു പാറ്റയെ പിടിച്ചുകൊണ്ട് വരും തള്ളപ്പൂച്ച, അതിനെ ചാടി പിടിച്ച് കടിച്ച് അതിനെ അനങ്ങാത്ത പരുവമാക്കി അതിൻ്റെ മീശ മാത്രം ചലിക്കുന്ന പരുവത്തിന് കൊണ്ട് കൊച്ചു കുഞ്ഞിൻ്റെ ഇട്ട് കൊടുക്കും. കൊച്ചു കുഞ്ഞിന് എന്നാ സന്തോഷമെന്നറിയാമോ? അതിൻ്റെ കുഞ്ഞി കൈ കൊണ്ട് ഇതിനെ തുറത്ത് തട്ടുമ്പോൾ പതുക്കെ മീശയൊക്കെ അതിനൊക്കെ ചാടിക്കടിക്കും. അങ്ങനെ ഞാനാണ് ഈ കൊന്നതെന്നുള്ള ഒരു ആനയെ കൊന്ന ഭാവത്തിലാണ് പൂച്ചക്കുഞ്ഞ് ആകപ്പാടെ ഇതിനെ ഒരല്പം നക്കി തിന്നുന്നത്. അത്രേ തിന്നാൻ ഒക്കത്തുള്ളൂ. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പറക്കുന്ന പാറ്റയെ ചാടിപ്പിടിച്ച് പറക്കുന്ന പരുവത്തിന് തന്നെ കൊണ്ട് കുഞ്ഞു പൂച്ചയുടെ മുന്നിലോട്ട് തുറന്നു വിടും. ഭയന്ന പാറ്റ വട്ടത്തിലൊക്കെ പറക്കും. കുഞ്ഞു പൂച്ച ചാടി പിടിക്കാൻ ശ്രമിക്കും. പാറ്റ അങ്ങ് പറന്നു പോകാൻ നോക്കുമ്പോൾ പിന്നെ തള്ളപ്പൂച്ച ചാടി പിടിച്ച് കുഞ്ഞു പൂച്ചയുടെ മുന്നിൽ ഇട്ട് കൊടുക്കും. അതിനെ കൊണ്ട് കൊല്ലും. എന്തിന്? അടുത്ത ലെവലിൽ എലിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് കടിച്ച് അനങ്ങുന്ന പരുവത്തിൽ ഇട്ട് കൊടുക്കും. ഒടുവിൽ ജീവനുള്ള എലിയെ പിടിച്ച് ചാടുന്ന പരുവത്തിൽ കൊണ്ട് ഇട്ട് കൊടുക്കും. അതിനെ കുഞ്ഞു പൂച്ച പിടിച്ചു കഴിയുമ്പോൾ ഇര പിടിക്കാൻ പഠിച്ചു. കിട്ടിയ ഉടനെ അതിനെ കൊന്നു തിന്നുകയല്ല, ഇതിനെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പോലെ, സാത്താനെ നിന്നെ ഇന്നങ്ങ് തോപ്പിച്ച് ഞാൻ വിടുകയല്ല, നീ പല പ്രാവശ്യം തോക്കേണ്ടി വരും. കാര്യം എൻ്റെ മക്കൾക്ക് ഓരോന്നിന് ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ നിന്നെ തന്നെ അവരുടെ അടുക്കലോട്ട് അയക്കും. നമ്മുടെ ഒക്കെ അടുക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി ഇവനെ ഇപ്പം അയക്കാറുണ്ട്. നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി ഇവനെ അയക്കാറുണ്ട്. ട്രെയിനിങ് എടുത്ത് അവനെ നമ്മൾ ജയിച്ചോണം. അവൻ നമ്മളെ ജയിച്ചു എന്ന് പറയല്ലേ. അവനോട് പറഞ്ഞാൽ മതി, പിശാചേ യേശു നിന്നെ തോപ്പിച്ചതാണ്, ആ യേശു കൊണ്ടല്ലേ എൻ്റെ അപ്പനാ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതാ, ആകയാൽ ഞാനും നിന്നെ തോപ്പിക്കാൻ പോകുകയാണ്. അവനോട് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, സാത്താനെ എൻ്റെ പുറകിലോട്ട് മാറുന്നില്ല. അങ്ങനെ സകല പരീക്ഷയും തികച്ച ശേഷം കുറേ നാളത്തേക്ക് സാത്താൻ യേശുവിനെ വിട്ടുമാറി. ഈ നേരത്താണ് യേശു ഗലീലയിലേക്ക് വരുന്നത്. ഗലീലയിലേക്ക് വരുന്നതിൻ്റെ പുറകിലെ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ തൊട്ടത്. ഇനി ഗലീലയിലെ വരവ് ഭയങ്കരമാണ്. ഒന്ന്, ദൈവവചനത്തിൽ നിന്നും വായിക്കേണ്ട തൻ്റെ അഭിഷേകത്തെ കുറിക്കുന്ന പ്രസ്താവന ദേവാലയത്തിൽ വെച്ച് പരസ്യമായി വായിച്ചു. വെളിയിൽ എവിടെയെങ്കിലും നിന്ന് പറയുന്നത് പോലെയല്ല ദൈവാലയത്തിൽ വന്ന് പറയുന്നത്. സ്നാനത്തിന് വേണ്ടി തയ്യാറാകുന്ന ആളുകളെ സ്നാന വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തിയേച്ച് സ്നാനപ്പെടുത്തുന്നയാളൊരു ചോദ്യമുണ്ട്, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? അല്ല, അത് പറയാൻ പ്രായമാകാത്തവരെ സ്നാനപ്പെടുത്താൻ ഒക്കത്തില്ല. അതിന് താഴെ നടക്കുന്ന ശുശ്രൂഷകൾ സ്നാനമല്ല, നനച്ചെടുക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. ഞാൻ ആ സത്യാവസ്ഥയിലേക്ക് ഇറങ്ങട്ടെ. അതെ, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുവെന്ന് വെള്ളത്തിൽ വെച്ച് ഒരു പ്രാവശ്യം കൂടെ പറയിപ്പിക്കും. അതെന്തൊടുക്കാനായി വെള്ളത്തിൽ കൊണ്ട് വെച്ച് പറയിപ്പിക്കുന്നത്? അത് ഉറപ്പുണ്ടായിട്ടല്ലേ വെള്ളത്തിലേക്ക് ഇയാളിനെ നടത്തിയത്? ആന്നെങ്കിലും പറയേണ്ടിടത്ത് വെച്ച സാക്ഷ്യം പറയേണ്ടത് ആവശ്യമാണ്. വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന പെൺകുഞ്ഞിനോടും ആ മണവാളനോടും ഞാനൊരു ചോദ്യം ചോദിക്കാറുണ്ട്, നിൻ്റെ സ്വന്തം മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണോ? ആണെന്ന് എനിക്ക് നന്നായി അറിയാവുന്ന, ഞാനോട് ഇരിക്കുമ്പോഴാണ് കുറഞ്ഞ പക്ഷം കല്യാണം ഉറച്ചത്. എന്നാലും പിന്നെ എന്തിനാണ് എടുത്ത് ചോദിക്കേണ്ടത്? പറയേണ്ടിടത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. യേശു ദേവാലയത്തിൽ വന്ന് തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ദൂതഗണങ്ങളുടെ അകമ്പടി
കാലടിയിൽ ജനത്തിൻ്റെ മുമ്പിൽ മഹാപുരോഹിതന്മാരുടെയും പുരോഹിതന്മാരുടെയും മുൻപിൽ വെച്ച് ഇങ്ങോട്ട് എടുത്ത് വായിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചേച്ച് പറഞ്ഞു, ഇന്നിത് കേൾക്കുകയിൽ ഈ നിങ്ങളുടെ കാതുകളിൽ നിവൃത്തിയായി. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചത്. ഇനി ഞാൻ അവിടം വിശദീകരിക്കാതെ മുന്നോട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. കാതുകളിൽ നിവൃത്തിയായി. ഇത് പറഞ്ഞ ജനം എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, ഇത് എന്തോ ഒരു ലാവണ്യവാക്ക്, വേർഡ്സ് ഓഫ് ഗ്രേസ്, വേർഡ്സ് ഫുൾ ഓഫ് ഗ്രേസ്, ഫുൾ ഓഫ് ഗ്രേസ്, ഇത് ലാവണ്യവാക്ക് എന്ന് പറഞ്ഞു. എല്ലാവരും അവനെ പുകഴ്ത്തി, പള്ളിയിലുള്ള എല്ലാവരും അവനെ പുകഴ്ത്തി. ഇത് ഒരു പഴയ യൂസേജാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പള്ളിയിലുള്ള കപടഭക്തനും പള്ളിയിലുള്ള എന്തുവാ കുരുട്ടുബുദ്ധിക്കാരനും യേശുവിനെ പ്രശംസിച്ചെന്നോ? അതവൻ്റെ ചരിത്രത്തിൽ നടക്കത്തില്ല. നിങ്ങളെല്ലാം ഇവിടെ ഇരുന്നാലും ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാത്തവർ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അത് മനസ്സിൻ്റെ വൈകല്യമാണ്. അവർ യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഞാൻ താഴോട്ട് വരുമ്പം പറയാം. ഇവിടെ ആത്മീയരെ കുറിച്ചാണ് പറയുന്നത്. പള്ളിയിലുള്ള എല്ലാവരും അവനെ പുകഴ്ത്തി എന്ന് പറയുന്നത് പള്ളിയിലുള്ള ആത്മീയരുടെ കാര്യമാണ്. മറ്റേ വിഭാഗത്തെ ഒരു മിനിറ്റത്തേക്കൊന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് പറയുന്നത്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവെങ്കിൽ പതിഞ്ഞു. എല്ലാവരും യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഈ ലാവണ്യവാക്ക്, ഇവൻ ജോസഫിൻ്റെ മോനല്ലേ, എവിടുന്ന് ഇവൻ ഈ തത്വജ്ഞാനം, എവിടുന്ന് ഇവൻ ഇത്രയും വിവേകം, എവിടുന്ന് ഇത്രയും നല്ല പദങ്ങൾ? അതൊരു വാക്ക് പറഞ്ഞേ തീരത്തുള്ളൂ. എൻ്റെ കൂടെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പാരമ്പര്യങ്ങൾക്ക് വിപരീതമായി താൻ പോയി. എൻ്റെ കൂടെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ല അന്നും ഇന്നും അദ്ദേഹം ജീവനോടുണ്ട്. ഞാൻ പേര് മാത്രം പറയത്തില്ല. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു സ്നേഹിതനാണ്. ഒരു ദിവസം ഞങ്ങളുടെ എയർഫോഴ്സ് ലൈഫിൻ്റെ കാലത്ത് മെസ്സിൽ വെച്ച് 2-3 പേര് ചേർന്ന് കള്ളുമൊക്കെ കുടിച്ചേച്ച് ഈ മനുഷ്യനെ ചീത്ത വിളിച്ചു. ചീത്ത പിടിച്ച 2-3 പേരെ ഒരു കൈ കൊണ്ട് അമുക്കാനുള്ള കപ്പ് ഇവനുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ല. ശകലം നേരം ചീത്ത കേട്ടേച്ച് ഇവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, എടാ ഇതിനേക്കാൾ കട്ടി ചീത്ത എനിക്കറിയാം. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നിനക്കറിയാവുന്നതിലേക്കും കട്ടിയേറിയ ഒരു 4 ചീത്ത അങ്ങ് ഓർത്തോ, ഞാൻ വിളിച്ചതായിട്ട് കൂട്ടിക്കോ. എൻ്റെ വാ കൊണ്ട് ഞാനത് പറയില്ല. അടുത്ത പദം കേട്ടോണേ. എൻ്റെ അപ്പൻ കള്ളു കുടിച്ച് വസ്ത്രമില്ലാതെ ഓടയിൽ കിടന്ന് ഞാൻ കണ്ടു വളർന്നതാ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാ, വീട്ടിലെ ഭാഷാശൈലി അതാ. പക്ഷെ ഇന്ന് എൻ്റെ വാക്കുകൊണ്ട് പറയത്തില്ല. രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ പ്രസൻ്റ്ലി നിൽക്കുന്ന സ്റ്റാറ്റസിൽ ആ വാചകം എനിക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നിൻ്റെ തരത്തിനൊത്ത ചീത്ത വിളിച്ചേക്കാം. നിനക്കറിയാവുന്നതിലേക്കും കൂടിയ ചീത്തയും കോർത്തോ ഞാൻ വിളിച്ചായിട്ട് കൂട്ടിക്കോ. മനസ്സിലായോ? നമ്മളിൽ പലർക്കും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക സാത്താനെ പ്രസാദിപ്പിക്കാൻ, ഒരു ചീത്തവാചകം പറയാൻ. അത് ഭാര്യയോടും മക്കളോടും, എൻ്റെ പൊന്നെ അയലോക്കക്കാരനോടും അയലോക്കക്കാരത്തിയോടും ഭർത്താവിനോടും. എൻ്റെ ദൈവമേ, നമുക്കൊരു ഭൗതിക ജീവിതമെങ്കിലും നന്നാക്കിക്കൂടെ? ആത്മീയ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കയറി വരാം. യേശുവിൻ്റെ വായിൽ നിന്ന് വേർഡ്സ് ഓഫ് ഗ്രേസ്, ഈ വാക്ക് കേട്ടേച്ച് അവർ പറയുക, ആ തച്ചൻ്റെ മോൻ എങ്ങനെയാണ് ഇത്രയും യോഗ്യമായ ഭാഷാശൈലി ഉപയോഗിക്കുന്നത്, ഇത്ര സഭ്യമായ ഭാഷ? ഇന്ന് പകൽ നമ്മെ കൊണ്ടൊന്ന് പറയിപ്പിക്കാമോ? ആ നിത്യതയിലെ തച്ചൻ്റെ മക്കളായ ഞങ്ങൾ തൻ്റെ സ്റ്റാൻഡേർഡിന് താഴോട്ടെങ്കിലും പോകത്തില്ല, ആ ലെവലിൽ നിൽക്കുമെന്നൊന്ന് പറയിപ്പിക്കാൻ നോക്കുമോ? നമ്മളത് പറയിപ്പിച്ചേ മതിയാകൂ. തച്ചൻ്റെ മകനല്ലയോ? പലരും ചോദിച്ചു. അവരവരുടെ എക്സ്പ്ലനേഷൻസ് നടത്തിക്കൊണ്ടിരുന്നു. ഓക്കെ, നസ്രയത്തിൽ നിന്ന് അതേസമയം പള്ളിയിലുണ്ടായിരുന്ന, ഇതുവരെ ഞാൻ വാക്യങ്ങളൊന്നും പരസ്യമായി വായിപ്പിച്ചില്ല, എല്ലാ വാക്യവും നമ്മൾ ചേർന്ന് വായിച്ചത് ഒഴിച്ചാൽ, ലൂക്കോസ് 4:26 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അന്നേരത്താണ് യേശു പറയുന്നത് സാറാഫത്തിലെ വിധവയുടെ ചരിത്രം. ഒന്ന് എളുപ്പം. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ഏലിയാവിനെ സാറാഫത്തിലുള്ള ഒരു വിധവയുടെ അടുക്കിലേക്ക് അയച്ചു. അക്കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടു. പക്ഷേ ഏലിയാവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തൊടാൻ പോകുകയാണ്. ഏലിയാവിനെ കുറിച്ച് തൻ്റെ ജനനം എങ്ങനെയാണെന്നോ വളർച്ച എങ്ങനെയായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ് എന്നൊരൊറ്റ ഷോർട്ട് കട്ട് പ്രയോഗമേ അവിടെ ഉള്ളൂ, ബാക്കി ഒന്നും അവിടെ ഇല്ല. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ്. പുതിയ നിയമത്തിൽ പറഞ്ഞു വരുമ്പോൾ നമുക്ക് സമസ്വഭാവമുള്ളവനായിരുന്നു, വെറും സാധാരണക്കാരനായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഏലിയാവിന് ഒരിക്കൽ ദൈവപ്രത്യക്ഷതയുണ്ടായി. ദൈവപ്രത്യക്ഷത ആർക്കും ഉണ്ടാകാം, ഇവിടെ അത് ലഭിച്ചവർക്കായി സ്തോത്രം. ഏലിയാവിന് ദൈവപ്രത്യക്ഷത ഉണ്ടായി. ഏലിയാവിനോട് പറഞ്ഞു,
പറഞ്ഞു, നിന്റെ ടാസ്ക് ഇവിടുത്തെ രാജാവിനും രാജ്ഞിക്കും വിരോധമായി സംസാരിക്കുക. തീർന്നില്ല, ഇവിടെ ആരാധിച്ചു വരുന്ന ദൈവങ്ങൾക്ക് വിരോധമായി സംസാരിക്കുക. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറ, നീ വ്യാജ ദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയ കാരണത്താൽ നീ പോറ്റി വരുന്നതായ ജനതതി മുഴുവനും ക്ഷാമത്തിലാകാൻ പോകുകയാണ്. അടുത്ത പദം ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ, എൻ്റെ ദൈവമേ വാക്കുകളുടെ ഗൗരവം ഞാൻ പറഞ്ഞല്ലാതെ. കാര്യം ദൈവ പ്രത്യക്ഷതയിൽ ദൈവം തന്നെ ശക്തീകരിച്ചു. ഇത് പോയി പറയുവാൻ തന്നെ ഏൽപ്പിച്ചതാന്ന് എങ്ങനെ അറിയാവുന്ന? പിന്നീട് ഒരിക്കൽ യാഗപീഠം പണിയുന്ന സമയത്ത് പറയുന്നുണ്ട്, പണിത ശേഷം പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ഈ ചെയ്തതൊക്കെയും അങ്ങയുടെ കൽപ്പനപ്രകാരമാണെന്ന് ഈ ജനം അറിയേണ്ടതിന് ഇപ്പോൾ തീ അയക്കണമേ. അങ്ങയുടെ കൽപ്പനപ്രകാരമാണ് പോയി രാജാവിനോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഇത് കേട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഇനിയും നീ പോയി കെരീത് തോടിൻ്റെ തീരത്ത് ഒളിച്ചിരുന്നോളാൻ. കെരീത് തോടിൻ്റെ തീരത്ത് ഒളിച്ചിരുന്നോളാൻ. അദ്ദേഹം പോയി കെരീത് തോടിൻ്റെ തീരത്ത് ഒളിച്ചിരുന്നു. പ്രസിദ്ധനാകേണ്ട ഏലിയാവ്, ദൈവപ്രത്യക്ഷത ലഭിച്ചവനായ ഏലിയാവ്, രാജാവിൻ്റെ മുമ്പിൽ വരെ ചെന്ന് നിന്നവൻ ഇപ്പത്തണ്ട് തോട്ടിലോട്ട് പോകുകയാണ്. ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. 3.5 വർഷത്തോളം താൻ അവിടെ ഇരുന്നു. 6 മാസവും ദേശത്ത് കഠിനക്ഷാമമുണ്ടായി എന്ന് പറയുന്നുണ്ട്. 3.5 വർഷത്തോളം താൻ അവിടെയായിരുന്നു. തോട്ടിലെ വെള്ളം പറ്റി, കാക്കയുടെ വരവ് നിന്ന് അതുവരെ കാക്ക ആഹാരം കൊടുത്തു. ഇതൊരു നീണ്ട ഉപവാസമായിരുന്നുവെന്ന് ഞാൻ പല പ്രാവശ്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കാക്കയുടെ ചുണ്ടത്തുനിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് ഏലിയ ഒരു ദിവസം ജീവിക്കേണ്ടതായി വന്നു. അങ്ങ് അതിഭയങ്കര കാക്കയാന്നിരിക്കട്ടെ, എത്ര വലിയ കാക്കയാണെന്നെങ്കിലും ഒരു ആനയുടെ ഒപ്പം വരത്തില്ല, കുതിരയുടെ ഒപ്പം വരത്തില്ല, കഴുതയുടെ ഒപ്പം വരത്തില്ല. കാക്ക തന്നെയാണ്. കാക്ക വന്ന് അവൻ ആഹാരം കൊടുത്തു. ഒരു കാക്കയുടെ ചുണ്ടത്ത് ഒതുങ്ങുന്ന ഒരു കൊച്ചു കഷണം അപ്പം കൊണ്ട്, അതും അത്ര മാന്യമായ സ്ഥലത്തു നിന്നല്ല ഏറ്റുവാങ്ങുന്നത്, കാക്കയുടെ ചുണ്ടിൽ നിന്നോ കാലിൽ നിന്നോ ഏറ്റുവാങ്ങിയതായ ആഹാരം കൊണ്ട് ഒരു ദിവസം മുഴുവനും കഴിച്ചാൽ ജീവൻ കിടക്കാനുള്ള ആഹാരമുണ്ട്. പക്ഷേ സാക്ഷാൽ ഉപവാസമാണ്. തോട്ടിലെ പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ഒരു 3.5 വർഷം. അത് കഴിഞ്ഞതോടുകൂടെ തോട്ടിലെ വെള്ളം പറ്റി. പക്ഷെ ഉപവസിച്ച് അവൻ ഉപവാസത്തിൻ്റെ വീരനായി മാറി. യേശു 40 രാപകലുകൾ ഉപവസിച്ചതുപോലെ ഏലിയ ഉപവസിച്ചില്ല. ഒരു കാക്കയുടെ ചുണ്ടിൽ ലഭിക്കുന്ന അത്രയും ആഹാരം കഴിച്ചുകൊണ്ട് ഏലിയാവ് 3.5 വർഷത്തോളം ഉപവസിച്ചു. ഈ 3.5 വർഷത്തെ ഉപവാസം കൊണ്ട് ആത്മശക്തി ഗൗരവമായപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നീ എഴുന്നേറ്റോ. ഈ തോട്ടിലെ വെള്ളം ഇവിടെ ഉണ്ടെങ്കിൽ, കാക്ക ഇനിയും വരികയാണെങ്കിൽ ഒരുപക്ഷെ നിനക്ക് ഒരു അസംതൃപ്തി തോന്നിയേക്കാം ഇവിടുന്ന് മാറാൻ. കാര്യം ഞാൻ നിന്നെ അയക്കുന്ന സ്ഥലം ഭയങ്കരമാണ്. നീ സീദോനോട് ചേർന്ന സാറഫത്തിലേക്ക് പൊക്കോണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഇത് കിടപ്പുണ്ട്. നീ സീദോനോട് ചേർന്ന തൻ്റെ സാറഫത്തിലേക്ക് പൊയ്ക്കോണം. അവിടെ നിനക്ക് ആഹാരം തരേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നിൽക്കട്ടെ, സീദോനോട് ചേർന്ന സാറാഫാത്ത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇസ്രയേലിലെ പ്രശ്നം, ഇസബേൽ എന്ന രാജ്ഞി വന്ന് ആകപ്പാടെ ഭരിച്ച് നശിപ്പിച്ച് ജാതികീയ ദൈവങ്ങളെ ഇസ്രയേലിൽ കൊണ്ടുവന്നിരിക്കുക. ഇവൾ എവിടുത്തെ കരുത്തിയാണെന്നറിയാമോ? സാറാഫത്ത് കരുത്തിയ. സീദോൻ കരുത്തിയ. സാറാഫത്ത് സീദോനോട് ചേർന്നതാണ്. അവളുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് സീദോനോട് ചേർന്ന് സാറാഫാത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് നീ പോകേണ്ടത്. നീ ഏതൊക്കെ ശക്തികളെയാണ് ജയിക്കേണ്ടത്, ആ ശക്തികളെ നിൻ്റെ കാലുകൊണ്ട് ചവിട്ടുവാൻ, നിൻ്റെ സാന്നിധ്യം കൊണ്ട് തോൽപ്പിക്കുവാൻ 3.5 വർഷം ഉപവസിച്ച ഏലിയാവെ, നിൻ്റെ മേലൊരു ശക്തി പകർന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിനക്കത് അറിഞ്ഞുകൂടായിരിക്കും. ഇപ്പോൾ സാറഫത്തിലേക്ക് പോ. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഈ ഓരോ മെസ്സേജും നിങ്ങളുടെ അകത്ത് കയറുന്നെങ്കിൽ, ഇതിനകത്തേക്ക് നമ്മൾ ഇഴുകി ചേരുന്നെങ്കിൽ, നമ്മുടെ ചുറ്റും ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് മറക്കരുത്. നിങ്ങൾ നടക്കുമ്പോൾ ആ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ബ്രദർ കുരുവിള കോവൂർ നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. ഒരു വീട്ടിൽ 7 സഹോദരങ്ങൾ, ജ്യേഷ്ഠാനിയന്മാർ, 7 ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് 7ഉം ഭ്രാന്തരായി മാറി. 7നെയും പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒന്ന് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി അദ്ദേഹത്തെ ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ചെന്നു. അവിടെ ചെല്ലുക, മൂത്ത ഭ്രാന്തൻ അബോധാവസ്ഥയിലാണെന്ന് ആളുകൾക്ക് തോന്നും, അതെ ആന്നു. പക്ഷെ ദുരാത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എടാ നസ്രാണി, നീ ഇവിടെ വന്നിരിക്കുകയല്ലേ, ഞങ്ങളുടെ ശക്തികൾ മുഴുവൻ ഇവിടെ കുഴിച്ചിട്ടിരിക്കുകയാടാ. വീടിനകത്ത് ഒരു സ്പോട്ട് ചൂണ്ടിക്കാണിച്ചു, ഇവിടാടാ കുഴിച്ചിട്ടിരിക്കുന്നത്, നിനക്കവിടെ നിന്ന് ചവിട്ടാമോടാ, നീ വീഴുമടാ, തെക്ക് വടക്ക്. കുരുവിളകോവർ പറഞ്ഞു, എത്ര ദിവസം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത് എവിടാന്നൊന്ന് കണ്ടുപിടിക്കുന്നേ. ഇത്ര ഈസിയായി പറഞ്ഞു തന്നപ്പോഴേ എന്നാ സന്തോഷം.
അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞ് ആ പറഞ്ഞിടത്തേക്ക് ഒരു ചവിട്ടി പറഞ്ഞ ഭ്രാന്തൻ തെക്കുവടക്കായി ഒരു ഒറ്റ വീഴ്ച 7 ഭ്രാന്തന്മാർ സൗഖ്യമായി. ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, നിങ്ങളിൽ ഒരു ദൈവശക്തി ഉണ്ട്. ഏലിയാവിൽ വ്യാപരിച്ചതുപോലെ ഒരു ദൈവശക്തി ഇന്ന് പകൽ ചിലതിനെ വ്യാപരിക്കുന്നെങ്കിൽ പട്ടണത്തിലേക്ക് നിങ്ങളെ ഇറക്കി വിടുകയാ. നീ എഴുന്നേറ്റ് ചെന്ന് സീദോനോട് ചേർന്ന് സാറാഫാത്തിലേക്ക് പോകാം. കാക്ക അവിടെ വരത്തില്ല, പകരം അവിടെ ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. വിധവയുടെ സാഹചര്യം വേറൊന്നാണ്. കലത്തിനകത്തൊരൽപ്പം, ഒരു പിടി മാവ്, കുറ്റിക്കകത്തൊരൽപ്പം എണ്ണ, ഇത് മാത്രമുള്ള സാഹചര്യത്തിൽ അവൾ കണ്ട് വിറക് വെറുക്കാൻ പോയിരിക്കുക. പട്ടണത്തിനകത്തേക്ക് പ്രവാചകൻ കയറുകയും വിറക് വെറുക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവൾ ഒരു വിധവയായിരുന്നു. അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കുവാൻ ഒരൽപ്പം വെള്ളം തരണമേ. മഴ പെയ്യാത്തത് കൊണ്ടാ ക്ഷാമം, വെള്ളത്തിനും ക്ഷാമമാ. പക്ഷേ ക്ഷാമത്തിൻ്റെ നടുവിൽ എനിക്ക് കൊണ്ട് തരുവാൻ ഒരൊറ്റ ഓർഡർ, എനിക്ക് ഒരപേക്ഷ, അന്നേരത്തെ അപേക്ഷയാണ്, എനിക്കൊരൽപ്പം വെള്ളം കൊണ്ട് തരിക. അവൾ വെള്ളം എടുക്കാൻ പുറകോട്ട് തിരിയുകയും പുറകിൽ നിന്നൊരു വിളി വിളിച്ചു. പിന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ചെറിയ അടവൂടെ കൊണ്ടുപോരണം വെള്ളത്തിൻ്റെ കൂടെ. നാണമില്ലാത്ത പ്രവാചകനാണെന്ന് നമുക്ക് തോന്നും, തിന്നാനിറങ്ങിയ പ്രവാചകനാണെന്ന് നാട്ടുകാർക്ക് തോന്നും. പക്ഷേ ഈ മനുഷ്യൻ നിൽക്കുന്നത് ഒരു ദൈവകൽപ്പനയുടെ മുമ്പിലാണ്. ദൈവത്തിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, പ്രവാചകനെ പോഷിപ്പിക്കുക. കാര്യം നിന്നെ പുലർത്തേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, വിധവയെയും അവിടെ കുടുംബങ്ങളെയും ഈ ക്ഷാമകാലം മുഴുവനും പോറ്റുവാൻ 2 സമൂഹത്തെ പുലർത്തേണ്ടതിന് ആവശ്യമുള്ള കരുതലുകളുമായി ചേരേണ്ടതിനെ തമ്മിൽ ചേർക്കുവാൻ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. വിധവ എന്തുകൊണ്ടായിരിക്കും വെള്ളമെടുക്കാൻ ഓടിയത്? അവിടെ അകത്ത് നേരത്തെ പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ വരും, ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ചിലതിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടോ? അത് ദൈവകൽപ്പനയായി ഇന്ന് വരാം. അവൾ പറഞ്ഞു, യജമാനനെ അതുമാത്രം പറയല്ലേ, ആകെ ഒരു പിടി മാവ്, അതുകൊണ്ട് കൊച്ചു ദോശയുണ്ടാക്കി, അടയുണ്ടാക്കി ഞാനും എൻ്റെ മകനും തിന്നേച്ച് ചാകാനിരിക്കുന്ന ദിവസമാണ്. അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞ പോലെ ആയിക്കോ, പക്ഷേ ഒരു കാര്യം, ഞാൻ പറഞ്ഞതൊന്ന് കേക്ക്. ഈ ക്ഷാമം തീരുന്നതുവരെ, യഹോവ മഴ തിരിച്ചയക്കുന്നതുവരെ നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല. ഗുഡ് ഗാഡ്, നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റത്തില്ല. ഞാൻ പറഞ്ഞത് പോയി കേക്ക്. ഒബേ മീ ഫസ്റ്റ്. മുന്നമേ അവന്റെ രാജ്യവും മുന്നമേ അവന്റെ നീതിയും അന്വേഷിക്ക്, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. അവൾക്ക് നാടയുണ്ടാക്കി പറഞ്ഞതുപോലെ പ്രവാചകന് കൊണ്ട് കൊടുത്തു. പ്രവാചകൻ അട തിന്നു, വെള്ളം കുടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്ലോറി. ക്ഷാമകാലം തീരുന്നതുവരെ അവൾക്കും അവളുടെ കുടുംബത്തിലുള്ള സകലർക്കും വേണ്ടി, അവളുടെ ചാർച്ചക്കാർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കേണ്ടതിന് അവിടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 2 പേരുടെ ചരിത്രത്തിൽ, ഏലിയാവും ഏലീശയുമായി എണ്ണ വർദ്ധിപ്പിച്ച ചരിത്രമുണ്ട്. ഇവിടുത്തെ പെൺകുട്ടി, ഇവിടുത്തെ സ്ത്രീക്ക്, വിധവയ്ക്ക് ഒരല്പം എണ്ണ കുറ്റിക്കകത്തുള്ളൂ. ആ ഉള്ളത് വറ്റാതെ സൂക്ഷിച്ചു. രണ്ടാമത്തേത് ഏലിശായുടെ കാലത്തായിരുന്നു. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യമാരിൽ ഒരുത്തി വന്ന്, അവളും വിധവയാണ്. അവൾ വന്നേച്ചു പറഞ്ഞു, എനിക്ക് വീടിനകത്തൊരു ഭരണി നിറച്ചെണ്ണയുണ്ട്. ഈ നിറച്ചെണ്ണയുള്ളവളോട് പറഞ്ഞു, കാലിപ്പാത്രങ്ങളിലേക്ക് പകർന്നോളാൻ പറഞ്ഞു. കുറച്ചെണ്ണയുള്ളവളോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാകട്ടെ. ഇന്ന് പകൽ നിറച്ചുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കൊരു പകർച്ചയുണ്ട്. അടുത്ത ചിലതിലേക്കൊന്ന് പകരുവാൻ, ചിലതിനെക്കുറിച്ച് ദൈവകൃപയിൽ കൊണ്ടുവരുവാൻ, സ്തോത്രം, ഒന്ന് പകരുവാൻ അവർക്കാണ് കഴിയുന്നത്. അവരിൽ നിന്നാണ് വളർച്ച ഉണ്ടാകേണ്ടത്. ഓക്കെ, ഒരു വളർച്ച. അവളുടെ ക്ഷാമകാലം മുഴുവനും അവളും അവളുടെ കുടുംബവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു. യേശു പറഞ്ഞു, ഇന്ന് ഈ വാക്ക് കേൾക്കുകയിൽ നിങ്ങളുടെ കാതുകളിൽ നിവർത്തിയായി, നിങ്ങളുടെ ചെവികളിൽ നിവർത്തിയായി, നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിയിട്ടില്ല, നിങ്ങളുടെ അടുക്കളയിലേക്ക് കയറിയിട്ടില്ല. ഇന്ന് പകൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ചിലതിൻ്റെ അടുക്കളയിലേക്ക് ഇത് കയറുവാൻ, പണസഞ്ചിയിലേക്ക് ഇത് കയറുവാൻ, പേഴ്സിലേക്ക് ഇത് കയറുവാൻ ഈ ദൂത് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകലൊന്ന് അനുവദിക്കുമെങ്കിൽ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടുകൊടുക്കുമെങ്കിൽ ദൈവം ചിലത് ചെയ്യട്ടെ. ക്ഷാമകാലം മുഴുവനും ക്ഷേമമായി പോറ്റുന്നവനായ ദൈവം ഇന്ന് പകൽ ചിലതിനെ കൂടെ സഹായിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സ്തോത്രം. കേരളത്തിൽ മാർത്തോമാ സഭ എന്ന പേരിൽ ഒരു സഭയുണ്ട്, പലയിടത്തുമുണ്ട്. മലയാളികളിൽ ആരംഭിച്ചതുകൊണ്ട് ഞാൻ കേരളത്തിൽ എന്ന് പറഞ്ഞുപോയി. അവിടുത്തെ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പലതും കേട്ടിട്ടുണ്ട്.
കേരളത്തിൽ അന്നുണ്ടായിരുന്ന സുവിശേഷ വിഹിത സഭകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നെന്ന് എനിക്ക് തോന്നുന്നു. ആ സഭ, അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചതായി കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യൻ, ഒരു ദൈവദാസൻ, ഞാൻ പേര് ഓർക്കുന്നില്ല, അദ്ദേഹം വിശന്ന് വല്ലാതായി രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങി. വേറൊന്നും ചെയ്യാനില്ല. രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. തനിക്കാരോ അപ്പം കൊണ്ട് കൊടുക്കുന്നു, താൻ അപ്പം തിന്നുന്നു. എൻ്റെ ദൈവമേ, വിശന്ന് പൊരിഞ്ഞു കിടക്കുന്നവൻ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ ഉണ്ടാകും. ഉണരുമ്പോഴത്തെ ഗതികേടാണ് വല്ലാത്തത്. അദ്ദേഹം ഉണർന്നപ്പോൾ അപ്പത്തിൻ്റെ ബാക്കി വായിലിരിക്കുന്നതേ ഉള്ളൂ. വയറ് നിറഞ്ഞു കഴിഞ്ഞു. ലിറ്ററലി ദൂതന്മാർ അപ്പം സെർവ് ചെയ്തു. ഫിസിക്കലി ദൂതന്മാർ അപ്പം സെർവ് ചെയ്തു. കാക്ക ഇന്ന് വന്നില്ലായിരിക്കാം, പക്ഷെ പകരം ദൂതൻ വരും. ഏലിയാവിന് ദൂതൻ കൊണ്ട് കൊടുത്തതാ. ഇന്ന് ഏലിയാവിൻ്റെ ദൈവം ജീവനോടുണ്ട്. ഇന്നും ദൂതന്മാർ ജീവനോടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലും അധികാരത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ സ്വതന്ത്രമാകുവാൻ ഈ ഞായറാഴ്ചത്തെ വചന ശുശ്രൂഷ കാതുകളിൽ നിൽക്കാതെ കിച്ചണിലേക്ക് മാറുവാൻ, ഈ പകലത്തെ വചന ശുശ്രൂഷ കാതുകൾ കൊണ്ട് തീരാതെ ജീവിതത്തിലേക്ക് കടക്കുവാൻ, ഹല്ലേലൂയ, ചിലതിന്റെ ശാപക്കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടി മാറുവാൻ, ചില വിമോചനങ്ങൾ ഭൂഖണ്ഡങ്ങളിലേക്ക് പരക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും തികയാത്ത പ്രവാചകന് പോലും ഒരു വലിയട ചോദിക്കാൻ പറ്റിയില്ല. ഒരു ചെറിയട തരുവാൻ, നിസ്സാരമായതിൽ നിന്ന് വളർത്തിയെടുക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വചനം ക്രിയ ചെയ്യട്ടെ. സ്തോത്രം. സമയം അതിവേഗം പോകുന്നത് കൊണ്ട് അല്പം കൂടെ മുന്നോട്ട് പോകാൻ പോകുകയാ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, പോ, ഞാൻ നിന്നെ സാറാഫത്തിലേക്ക് നടത്തുക. ചില ഇടങ്ങളിലേക്ക് ചില ദൈവിക നടത്തിപ്പുകൾ ഉണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 12:1 വായിക്കണ്ട. അബ്രഹാമിനോട് പറഞ്ഞു, വാ, നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഇടത്തേക്ക് പോ. ഞാൻ നിന്നെ ഒന്ന് അയക്കാൻ പോകുകയാ. സമ്പൂർണ്ണ വേർപാടിന് വേണ്ടി വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ആ നടപ്പിൽ നിന്നും നടക്കുന്നവരുടെ ഇടയിൽ നിന്നും വിളിച്ചു വേർതിരിക്കുന്ന ഒരു ദിവ്യ ആഹ്വാനം ഇന്ന് ചിലതിൻ്റെ മേൽ മുഴങ്ങട്ടെ. എനിക്കൊരു അബ്രഹാമിനെ വേണം, ഒന്ന് വളർത്തുവാൻ, ഒരു ജാതിയാക്കി മാറ്റുവാൻ, ഒന്ന് ഉയർത്തുവാൻ, യേശുവിന്റെ നാമം സ്ഥാപിക്കുവാൻ. വേർപാടിലേക്കുള്ള ഒരു നിഗമനം കാണാം. ഉൽപ്പത്തി പുസ്തകം 31:3 യാക്കോബിനോട് പറഞ്ഞു. 31:3 ഉൽപ്പത്തി യാക്കോബിനോട് പറഞ്ഞു, യാക്കോബ് ഇതിനിടയ്ക്ക് പിന്മാറ്റത്തിൽ പോയി. അബ്രഹാം എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു വന്നോ അതേ വഴിയും പുള്ളി തിരിച്ചുപോയി. പിന്മാറ്റത്തിൽ അകപ്പെട്ടു പോയ യാക്കോബിനോട് ഒരു ദിവസം യഹോവയായ ദൈവം പറഞ്ഞു, ഐ വാണ്ട് ടു റിസ്റ്റോർ യു. നീ തിരിച്ചു വാ. നീ നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും ചാർച്ചക്കാരുടെ ഇടയിലേക്കും വരിക. അതെന്നെ തമാശ. ചാർച്ചക്കാരോ? അമ്മയുടെ ജാതി മൊത്തം താമസിക്കുന്ന ഇവിടെ, അവിടെ യാക്കോബ്, അതും ചാർച്ചക്കാരില്ലയോ? അപ്പൻ്റെ കുടുംബം എന്ന് പറയുവാൻ വലിയ കുടുംബമൊന്നും ഇല്ല. എല്ലാം കൂടെ വിരലേലെണ്ണാൻ വേണ്ടി ആളുകളെ ഉള്ളൂ. പക്ഷെ ദൈവം നോക്കുമ്പോൾ അതാ വലുത്. എടാ, എൻ്റെ വിളി കേട്ട് ഇറങ്ങിയത്, ഞാൻ പറഞ്ഞത് കേട്ട് ഇറങ്ങിയത്, അതിനെ വിലയുള്ളത്. മറ്റേ ചവറ് പോലെ കിടപ്പുണ്ടായിരിക്കും, അത് കളഞ്ഞ് ഇറങ്ങി വാ, എനിക്കിതിനെ ഒന്ന് വിടുവിച്ചെടുക്കുവാനുണ്ട്. മതി യാക്കോബേ, പിന്മാറ്റം മതി. മടങ്ങി വാ. ഇന്ന് പകൽ മടങ്ങി വരേണ്ട വ്യക്തികളെ മടങ്ങി വരിക. പിന്മാറ്റം മതി. എണ്ണത്തിൽ ചുരുക്കമെങ്കിലും നിന്റെ അപ്പന്റെ പിതൃഭവനത്തിലേക്ക് വാ. അവിടെ തന്നെ എല്ലാവരും നല്ലവരാണോ? ഏശാവ് നിൽക്കുന്ന അവിടെ കണ്ട കൊല്ലുന്നവനാ, ഗുണ്ടകൾ കൂടെയുണ്ട്. യേശാവ് നിൽക്കുന്ന അവിടെ സുഖകരമായ അവസ്ഥയല്ല. പക്ഷെ ഞാൻ വിളിച്ചതിനെ, ഞാൻ പാർപ്പിച്ച ഇടത്തെ എനിക്കറിയാം. യാക്കോബേ, വാ, നീ ഒന്ന് ഇറങ്ങി വാ. വേർപാടിലേക്ക് തിരികെ വിളിക്കുന്ന, റിസ്റ്റോറേഷനിലേക്ക് തിരികെ വിളിക്കുന്ന. പുറപ്പാട് 3:10 മോശയെ വിളിച്ചു പറഞ്ഞു, മോശെ വാ, ആകയാൽ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കാൻ പോകാ. എൻ്റെ ജനത്തെ സ്വതന്ത്രമാക്കുവാൻ, പീഡിപ്പിക്കപ്പെടുന്ന ചിലതിനെ സ്വതന്ത്രമാക്കുവാൻ, ബന്ധിക്കപ്പെട്ട ചിലതിനെ സ്വതന്ത്രമാക്കുവാൻ ഇറങ്ങി
വാ, എനിക്ക് നിന്നെ അവിടേക്ക് ഒന്ന് നടത്തുവാനുണ്ട്. ഒരു ജഡ്ജസ് 6 വരുമ്പോൾ ഗിദെയോനെ വിളിച്ചു പറഞ്ഞു, വാ, യുദ്ധത്തിന്റെ പെരുമ്പട മുഴക്കുവാൻ, യുദ്ധത്തിന്റെ കാഹളം ധ്വനിപ്പിക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, മൺകുടങ്ങൾ ഉടയ്ക്കുവാൻ, പന്തങ്ങൾ തെളിയിക്കുവാൻ, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളെന്ന് ഉയർത്തി പറയുവാൻ. ഹല്ലേലൂയ. അഭിഷക്ത ക്രിയകൾ, പ്രേക്ഷിത ദൗത്യങ്ങൾ, നിയമിക്കപ്പെട്ട കർമ്മങ്ങൾ നടത്തുവാൻ, ശബ്ദമുയർത്തുവാൻ ചിലതിന് യേശുവിന് വേണം. ഗ്ലോറി. യോശുവയോട് പറഞ്ഞു, യോശുവ, മോശയുടെ ബാക്കി കാര്യം ചെയ്യാൻ നിന്നെ ആവശ്യമുണ്ട്. വാ, ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ വർക്ക്. ഒരുപാട് ഇടങ്ങളിലേക്ക് വിളിക്കുന്ന രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:9 ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നീ ജൂരച്ചേരിയുടെ കീഴെ കിടക്കേണ്ട പാർട്ടി അല്ലല്ലോ. വാ, ഇവിടെ എന്ത് കാര്യം? പിന്മാറ്റം മതി. ഐ വാണ്ട് ടു ഹാവ് എ ഫ്രഷ് ബിഗിനിങ്. ഞാൻ ഫ്രഷ് ബിഗിനിങ് ഇവിടെ പണ്ടെടുത്തതാ, ഒരു ഫ്രഷ് ബിഗിനിങ്. ഇതുവരെ നീ നടന്ന വഴി ഒന്ന് തുടരാൻ പോകാ ഏലിയാവേ. വാ, ഈ ചൂരച്ചേരിയുടെ കീഴിലെ കിടപ്പ് മതി. ഞാൻ ആഹാരം തന്നില്ലേ, ഞാൻ വെള്ളം തന്നില്ലേ? ഇന്ന് പകൽ ചിലതിൻ്റെ ഹൃദയത്തിലേക്ക് വാക്കുകൾ ഇടിച്ച് കയറുന്നെങ്കിൽ എഴുന്നേക്കാൻ തയ്യാറായി. ഇപ്പം ലിറ്ററലി എഴുന്നേക്കരുത്, പക്ഷേ ജീവിതത്തിലൊന്ന് എഴുന്നേക്കാൻ തയ്യാറാക്. കർത്താവിന് ചിലത് നടത്തിയെടുക്കാനുണ്ട്. ഞാൻ അല്പം കൂടെ വേഗത്തിൽ പൊക്കോട്ടെ. ലൂക്കോസ് 4:27 വായിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. 4:27 ഏലീശയുടെ കാലം. മുമ്പേ പറഞ്ഞത് ഏലിയാവിൻ്റെ കാലമാണ്. ഏലിയാവിൽ നിന്ന് അഭിഷേകം ഏലീശയിലേക്ക് മാറി. ഏലീശയുടെ കാലത്തെ യേശു എടുത്തേച്ച് പറഞ്ഞ അന്ന് ഒരുപാട് കുഷ്ഠരോഗികൾ ദേശത്തുണ്ടായിരുന്നെങ്കിലും തൻ്റെ നയമാനല്ലാതെ വേറെ ആർക്കും വിടുതലുണ്ടായില്ല. ഇന്നെനിക്ക് വിശദീകരിക്കാൻ ഒക്കത്തില്ല. നയമാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. കുഷ്ഠരോഗിയായിരുന്ന നയമാൻ, അവൻ യോദ്ധാവായിരുന്നു, പരാക്രമശാലി, എങ്കിലും കുഷ്ഠരോഗി. ഓ ഗാഡ്. അവൻ യുദ്ധം ചെയ്ത കൂട്ടത്തിൽ ഇസ്രയേലിൽ നിന്ന് ഒരു കൊച്ചു പെങ്കൊച്ചിനെ കൂടെ അടിമയായി പിടിച്ചു. അവളെ കൊണ്ടുപോയി നയമാൻ്റെ വീട്ടിൽ അടിമവേലയ്ക്ക് നിർത്തി. ഒരു ദിവസം ആ പെങ്കൊച്ച് ആസ് യൂഷ്വൽ, ഇതൊരല്പം കടമെടുത്ത ആശയം കൂടെ ചേർത്ത് ഞാൻ പറയുക. ഒരു ദിവസം ആ പെങ്കൊച്ച് യജമാനൻ്റെയും യജമാനത്തിൻ്റെയും ബെഡ്റൂമിൽ കയറി ക്ലീൻ ചെയ്തപ്പോൾ താണ്ട കിടക്കുന്നു ഇയാളുടെ ബെഡ് മുഴുവനും ചോരയും ചളിയും പിന്നെ പരളി. പിറ്റേ ദിവസം ഇവൾ ഇത് തന്നെ കണ്ടു. യജമാനത്തിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാണുന്നപ്പോൾ അവൾ കാര്യം തുറന്ന് പറഞ്ഞു, ഇതിയാൻ പരാക്രമശാലിയാണെങ്കിലും കുഷ്ഠരോഗിയാണ്. ഈ നയമാൻ്റെ നടപ്പിനെക്കുറിച്ചൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു ആശയം എനിക്ക് ഓർമ്മയുണ്ട്. ഇയാളുടെ അകത്തുള്ള ഈ കുഷ്ഠം മറയ്ക്കുന്നത് പോലെ ഇയാൾ അലക്കി തേച്ച ഉടുപ്പങ്ങിടും, പട്ടാള ഡ്രസ്, തൊപ്പിയും വെച്ച് ബെൽറ്റും കെട്ടി, ഷൂ ഇട്ട് പോളിഷ് ചെയ്ത് മിടുക്കനായി കുതിരപ്പുറത്ത് കയറിയാൽ നാട്ടുകാർ വിറയ്ക്കും, ശത്രുക്കൾ ഭയപ്പെടും. നാട്ടിലെ യുവാക്കളുടെ ഹരമായിരിക്കും ഈ മനുഷ്യൻ. ഇവനെപ്പോലൊരു കമാൻഡറായാൽ എന്ന് എല്ലാവർക്കും തോന്നും. ആൺപിള്ളേരും പെൺപിള്ളേരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി ഞെളിഞ്ഞു നടക്കുമ്പോഴും അവനറിയാം അകത്തിരിക്കുന്നത് കുഷ്ഠമാണ്. പരാക്രമശാലിയായിരുന്നു എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ദർ ഇസ് എ ബട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇതാ പറഞ്ഞതാ, മറ്റൊരു ദൈവദാസനെ ആവർത്തിച്ചുകൊണ്ട്, ബട്ട് ദർ ഇസ് എ ബട്ട്. ഒരുപാട് പേർക്ക് കാര്യങ്ങൾ അറിയാം, ബട്ട് ദർ ഇസ് എ ബട്ട്. ആ ബട്ടാണ് ഇവൾ കണ്ടുപിടിച്ചത്. ഇയാളുടെ ബെഡിലെല്ലാം പരലയും ചോരയുമാ. ഈ പെങ്കൊച്ച് യജമാനത്തി അമ്മയോടൊരു വാക്ക് പറഞ്ഞു, എന്നെ പിടിച്ചുകൊണ്ട് വന്ന എൻ്റെ നാട്ടിൽ, ഞാനിവിടെ അടിമയാ, എന്നെ പിടിച്ചുകൊണ്ട് വന്ന എൻ്റെ നാട്ടിൽ ഒരു പ്രവാചകനുണ്ട്. അവിടം വരെ ഈ യജമാനനൊന്ന് പോയിരുന്നെങ്കിൽ സുഖമായിട്ട് ഇങ്ങ് പോരാമായിരുന്നു. എൻ്റെ കൊച്ചെ, നിൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു ദൈവവും പ്രവാചകനും ഉണ്ട്. നീ എന്നാ വകയില ഇവിടുത്തെ കരിക്കലം തേക്കുന്നേ? അന്ന് ഈ ഗ്യാസ് ഒന്നും ഇല്ലല്ലോ, കരിക്കലമാ. ഈ കരിക്കലം തേക്കാൻ കാര്യം എന്നാ? അതെല്ലാം വേറെ കാര്യം. ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ഞാൻ കരിക്കലം തേച്ചാലും എനിക്കറിയാവുന്ന വേറൊരു ഫാക്റ്റുണ്ട്. ആ പെണ്ണിൻ്റെ വാക്ക് അതുപോലെ യജമാനത്തി അമ്മ വിശ്വസിച്ചു. യജമാനൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അയാൾ അതുപോലെ അങ്ങ് വിശ്വസിച്ചു. ദ ബാക്ക്ഗ്രൗണ്ട്സ് ഞാൻ കവർ ചെയ്യുക. അയാൾ അതുപോലെ വിശ്വസിച്ചു. അയാൾ നേരെ രാജസാന്നിധാനിയിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുശിനിപ്പണിക്ക് നിൽക്കുന്ന പെണ്ണ് രോഗം കുഷ്ഠം സൗഖ്യമാക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. പാസ്റ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരു കേസാ, എനിക്കൊന്ന് സൗഖ്യമാകണം. രാജാവ് ഒരു എഴുത്തെഴുതി കൊടുത്തു. ആ എഴുത്തുമായി ഇവൻ ഇസ്രയേലിലേക്ക് വന്നു. ഏതാണ്ട് 10 പേർക്ക് എടുക്കാവുന്ന അത്രയും വെള്ളിയുണ്ട്, ആവശ്യം പോലെ പൊന്നുണ്ട്. എല്ലാമായി പ്രവാചകന് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാ.
വന്ന് ഇസ്രയേലിലെ രാജാവിൻ്റെ അടുക്കൽ വന്നു. അടുക്കൽ അങ്ങ് ചെന്ന് എഴുത്തങ്ങോട്ട് കൊടുത്തു. കാര്യം മഹാരാജാവിൻ്റെ ഉത്തരവുമായിട്ടാണ് വരുന്നത്. അങ്ങോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, ഈ എഴുത്തും കൊണ്ട് വരുന്ന എൻ്റെ ഭൃത്യൻ നയമാനെ സൗഖ്യമാക്കേണ്ടതിന് നിൻ്റെ അടുക്കലോട്ട് വിട്ടിരിക്കുക. ഇസ്രയേൽ രാജാവ് വസ്ത്രം കീറി. അയാൾ വസ്ത്രം കീറിയേച്ച് പറഞ്ഞു, സൗഖ്യമാക്കാൻ ഞാൻ എന്ന ദൈവമാണോ? ഇസ്രയേലിൽ കുഷ്ഠം സൗഖ്യമാക്കുന്ന ഒരു പരിപാടിയില്ല. ഇത് യുദ്ധത്തിന് വേണ്ടി നോക്കുകയാ. നയമാൻ്റെ ഇവിടെ നിൽക്കുക. ഒരു സൈഡിൽ നിന്ന് ആ പെങ്കൊച്ചിൻ്റെ വാചകം ഭാര്യ പറഞ്ഞത് ചെവിയിൽ മുഴങ്ങുന്നു. ഈ മനുഷ്യൻ അവിടെ ഒന്ന് ചെന്നിരുന്നെങ്കിൽ പ്രവാചകൻ സൗഖ്യമാക്കിയനെ. ഇപ്പുറത്തുനിന്ന് രാജാവിൻ്റെ വാക്ക് നേരെ മുൻപിൽ നിൽക്കുകയാണ്. സത്യമായി കുഷ്ഠം സുഖമാക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ ആർക്കും പരിചയമില്ല. ഇവിടുത്തെ ചരിത്രത്തിലുള്ള നടക്കത്തില്ല. നമ്മൾ ഒരുത്തൻ നടുക്ക് നിൽക്കുക. ഒരു പെണ്ണിൻ്റെ വാചകം ഈ റിങ് ചെയ്തുകൊണ്ടിരിക്കുക, സൗഖ്യമാകും. ഇപ്പുറത്ത് രാജാവ് മുഖത്ത് നോക്കി വസ്ത്രം കീറി ആത്മാർത്ഥതയുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പ്രവാചകൻ ഇല്ല. ഈ വിവരം പറഞ്ഞു കേട്ട് പ്രവാചകൻ്റെ വീട്ടിലെത്തി ഏലിശ ഒരു വാക്ക് പറഞ്ഞയച്ചു, അവൻ ഇവിടെ വരാൻ പറ. ഓ ഗോഡ്, അവൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ പെരയ്ക്കകത്തോട്ട് കയറ്റുകയില്ല. കുഷ്ഠരോഗിയെ പെരയ്ക്കകത്ത് കയറ്റരുതെന്ന രാജാവിൻ്റെ പ്രവാചകൻ്റെ നിയമം. അത് ദൈവകൽപ്പനയാണ്. കുഷ്ഠരോഗിയെ പെരയ്ക്കകത്ത് കയറ്റാൻ പറ്റത്തില്ല. അവൻ വളരെ പ്രൗഢിയോടും ആഡംബരത്തോടും രഥങ്ങളോടും എല്ലാം കൂടെയാണ് ചെന്നത്. വാതുക്കെ നിന്നു. രണ്ടാമത് ഇങ്ങേർക്കൊരു ചിന്തയുണ്ടായിരുന്നു. പ്രവാചകൻ ഇറങ്ങി വന്ന് രോഗം ബാധിച്ച ഭാഗത്തിൻ്റെ മേളിൽ കൂടെ കൈയാട്ടുമെന്ന്. എന്ന് പറഞ്ഞാൽ രോഗശാന്തിയെക്കുറിച്ച് കേട്ടത് മുതൽ ഇയാൾ എങ്ങാണ്ടൊരു ഉണക്കം ബൈബിൾ സ്കൂളിൽ പോയതാ. അവിടെ പഠിപ്പിച്ച് പണ്ട് പ്രവാചകന്മാർ സൗഖ്യമാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കൈയാട്ടിയാണ് സൗഖ്യമാക്കുന്നത്. അപ്പോൾ ഇവൻ രാവിലെയും പകലും ചിന്ത ഇതാണ്. ഒരു പ്രവാചകൻ ഇറങ്ങി വരും, തൻ്റെ ദൈവത്തിൻ്റെ പേര് വിളിച്ച് എൻ്റെ രോഗമുള്ള ഭാഗത്തിൻ്റെ മേലെ കൈയാട്ടും. ആട്ടി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പേ സുഖമാകും. ഈ ഭയങ്കര കാഴ്ചപ്പാടോടെയാണ് വരുന്നത്. പാരമ്പര്യത്തിൻ്റെ തുഴയും പടകുമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയും പ്രവാചകൻ അകത്തു എന്ന് പറഞ്ഞു. ആ അഴുക്ക് രോഗം പിടിച്ചവൻ പെരയ്ക്കകത്ത് കയറാതെ പോയി അണ്ട യോർദാനിൽ ഒരു 7 വട്ടം മുങ്ങാൻ പറ. അരിശം കൊണ്ട് ഇവൻ കലിതുള്ളി. ഇവൻ പറഞ്ഞു, ഇസ്രയേലിലും കണ്ട് കൊള്ളാവുന്ന വെള്ളമുണ്ടോ? എൻ്റെ നാട്ടിലല്ലേ വെള്ളമുള്ളത്, ഇവിടെയെങ്ങും വെള്ളമില്ല. കോപിച്ചു പോകുന്ന അവനോട് ഒരു നല്ല കൗൺസിലിംഗ് ലഭിച്ചു. ഒരു ദാസ്ഭൃത്യൻ പറഞ്ഞു, യജമാനനെ ഒന്ന് ചെയ്തു നോക്ക്. അവൻ ഒന്ന് പൊങ്ങി. ഞാനന്നേ നോക്കിയാൽ ഞാൻ കുറവായോ? കുറവില്ല. 2, 3, 4, 5, 6 ഒരു കുറവുമില്ല. പിന്നെ എന്തോടാ 7ാം പ്രാവശ്യം? പക്ഷെ ഇവൻ 7ാം പ്രാവശ്യം മുങ്ങി. തിരിച്ചു പൊങ്ങി വരുമ്പോൾ പൊങ്ങുന്നിടം സൗഖ്യമായി കാണുന്നു. എന്നാ പറ്റി? ദൂത് കാതുകളിൽ തീർന്നില്ല. ദൂത് അകത്തോട്ട് കയറി. ഇന്ന് അകത്തേക്ക് ദൂത് കയറട്ടെ. ഹല്ലേലൂയ. ഹാർവെസ്റ്റ് ടെലിവിഷനിലുള്ളവർക്ക് നന്ദി. ഞാനൊരു 5 മിനിറ്റൂടെ ലോക്കലി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം സമയമെടുക്കും. മെസ്സേജ് ഇവിടെ കൊണ്ട് തീർന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി 1-2 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 4:23, 32, 38 2 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 4:32, 38 2 വാക്യങ്ങൾ. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. യേശു ദേവാലയത്തിൽ നിന്ന് തുടർന്ന് ഉപദേശിച്ചു. ഞാൻ ഒരു ഭാഗം തൊടാതെ തന്നെ വിട്ടുകളഞ്ഞു. പക്ഷേ അവൻ്റെ വാക്ക് അധികാരത്തോടുകൂടെയായിരുന്നു. യേശു ഈ 2 ഉപമകൾ പറഞ്ഞു തീരുകയും പള്ളിയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, തള്ളടാ ഇവനെ പള്ളിയിൽ നിന്ന്. മുമ്പേ പറഞ്ഞത് എല്ലാവരും കൂടെ ചേർന്ന് ഇവനെ പ്രശംസിച്ചെന്ന അത് ആത്മീയൻ്റെ കാര്യം പറയുക. ഇപ്പം ജഡീകൻ്റെ കാര്യത്തിലോട്ട് കയറി. പള്ളിയിലുള്ള ജഡീകരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വെച്ച് പറഞ്ഞ്, തള്ളടാ ഇവനെ, നമ്മുടെ പള്ളിയിൽ ഇവനെ വേണ്ട. അഭിഷക്ത ശുശ്രൂഷകൾക്കെതിരെ വ്യാപരിക്കുന്ന ഒരു അശുദ്ധ മണ്ഡലം എല്ലായിടത്തും ഉണ്ടെന്ന് മറക്കരുത്. തള്ളടാ ഇവനെ, ഈ പള്ളിയിൽ വേണ്ട. ഇവൻ അധികാരത്തോടെ ശുശ്രൂഷിക്കുന്നവനാ. വാക്കുകൾക്കകത്തൊരു ചമ്മലില്ലാതെ ദുരാത്മാക്കളുടെ നേരെയും ദുരുപദേശങ്ങളുടെ നേരെയും കൈചൂട്ടുന്ന അധികാരത്തോടെ സംസാരിക്കുന്ന യവനെ നമ്മുടെ പള്ളി പോലെ ഒരു പള്ളി വേണ്ടടാ. തള്ളടാ ഇവനെ ഈ പള്ളി വെച്ചേക്കരുത്. പള്ളിക്കകത്തെ ഗുണ്ടകൾ ഇളകിയതോടുകൂടെ അവർ പറഞ്ഞു, അതിനകത്തെ കൂടിയ ഗുണ്ട പറഞ്ഞു, ഇനിയും ഇവനെ പള്ളിയിൽ നിന്ന് തള്ളിയത് കൊണ്ടായില്ല, ഈ പള്ളി പണിതിരിക്കുന്ന പട്ടണത്തിൽ കണ്ടേക്കരുത് തള്ളാൻ പറഞ്ഞു. അടുത്ത പുള്ളി അതിനേക്കാൾ ചൂടനാ. അവൻ പറഞ്ഞു, ഈ പട്ടണം പണിതിരിക്കുന്ന മലയുടെ വാക്കുവരെ കൊണ്ട് എന്ന് തലകീഴായി തള്ളിയിട്ട് കൊല്ലടാ. ഇങ്ങനെയുള്ളവൻ ഈ തലമുറയിൽ ജീവിക്കരുത്. ഇന്ന് പകൽക്കാലം തള്ളടാ കൊല്ലടാ എന്നൊക്കെ ആളുകൾ വിളിക്കുമ്പോൾ അഭിഷക്തൻ ഇതിൻ്റെ നടുവിലൂടെ ഇറങ്ങിപ്പോയി അഭിഷേകം 2 ഗ്രൂപ്പിന്
രണ്ടിനെ തമ്മിൽ വേർതിരിക്കും. ഭക്തനെയും അഭക്തനെയും, അഭിഷക്തനെയും അഭിഷേക വിരോധിയെയും തമ്മിൽ വേർതിരിക്കുന്ന ദൈവിക അഭിഷേകത്തിനാണ് യേശു സാക്ഷ്യം വഹിച്ചത്. അവന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു, ആകയാൽ ഞാൻ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടും. ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടും. വായിക്കാം 4:32 ഒന്നുകൂടെ വായിച്ചാട്ടെ. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തെങ്കിൽ വിസ്മയിച്ചു. അവന്റെ വചനം അധികാരത്തോടുകൂടെ ആകയാൽ. എന്താണ് ഈ അധികാരം? പള്ളിയിൽ ദുരാത്മാവ് ബാധിച്ച ഒരുത്തനുണ്ടായിരുന്നു. ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചേച്ച് ദുരാത്മാവിനോട് യേശു പറഞ്ഞു വിട്ടുപോകാൻ. ഇന്ന് ദുരാത്മാവ് യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ വിട്ടുപോയെങ്കിൽ ദൈവസഭയുടെ വാക്കിൻ്റെ മുമ്പിലും വിട്ടുപോകണം. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുന്ന 2 വാക്യങ്ങളാണ്. എണ്ണിക്കൊണ്ട് 5 മിനിറ്റിന് താഴെ ഞാൻ ഇരിക്കുകയും ചെയ്യും. അശുദ്ധാത്മാവ് ബാധിച്ച ഒന്നിനോട് അശുദ്ധാത്മാവിനോട് പറഞ്ഞു വിട്ടുപോ. അതവനെ തള്ളിയിട്ടു, നുരച്ചു. സാധാരണഗതിയിൽ പ്രതിബന്ധം കൂടുമ്പോൾ കൊച്ചു പിള്ളേരുടെയൊക്കെ കൈ ഇഞ്ചക്ഷന് വേണ്ടി പിടിച്ചു കൊടുക്കുമ്പോൾ വേണ്ടായേ എന്നും പറഞ്ഞ് കുഞ്ഞിഞ്ഞു വലിക്കും. കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ മനക്കെട്ടിയില്ലാത്ത അമ്മയാണ് കൊണ്ടുപോയതെങ്കിൽ പറയും വേണ്ട ഇഞ്ചക്ഷൻ വേണ്ട, വേണ്ട ഇഞ്ചക്ഷൻ വേണ്ട. സാത്താൻ ഇത്രയും ടോർമെൻ്റ് ചെയ്യുമ്പോൾ യേശു പറഞ്ഞതുപോലെ പോകേണ്ട സാത്താനെ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയതാണ്. തള്ളിയിട്ട് നുരപ്പിച്ചു, ഉള്ള സ്റ്റാറ്റസും കളഞ്ഞു, വൃത്തികേടാക്കി എക്സ്പോസ് ചെയ്തു. പക്ഷേ യേശു കൽപ്പന പിൻവലിച്ചില്ല. നീ അവിടെ ഇരുന്നോ സാത്താനെ എന്ന് സ്വന്തക്കാർ പറഞ്ഞില്ല. പറഞ്ഞിരുന്നേ അവൻ പിന്നെ ചരിത്രത്തിൽ പോകത്തില്ല. ഇന്ന് പകൽ പോകാൻ പോകുന്ന പിശാചിനോട് പോകണ്ടെന്നാരും പറയല്ലേ. മോനെ 7-8 പ്രാവശ്യമായി മോട്ടോർ സൈക്കിളിൽ നിന്ന് വീഴുന്നു. 10 വീണാലും കുഴപ്പമില്ല, കർത്താവ് ഇവൻ നന്നായി കിട്ടണം. മോള് തൊടുന്നിടത്തെല്ലാം ഇടിയും തൊഴിയുമാണ് കിട്ടുന്നത്. കർത്താവെ കുത്തൂടെ കിട്ടിയാലും കുഴപ്പമില്ല, ഇവള് നന്നാകണം. ചിലതിനെ നന്നാക്കി എടുക്കുവാൻ തടസ്സമായി വിട്ടുപോകേണ്ട ദുശക്തികൾ തള്ളിയിട്ട് നുരയ്ക്കുമ്പോൾ ഇരുന്നോളാൻ അനുവദിക്കാതെ മരിച്ചില്ലെങ്കിൽ ജീവനോടുണ്ടെങ്കിൽ കർത്താവിനെ സേവിക്കുമെന്ന് പറയുവാൻ, ജീവനോടുണ്ടെങ്കിൽ കർത്താവിനെ സേവിക്കുമെന്ന് പറയുവാൻ ഇന്ന് പകൽ ചിലർ പ്രതിഷ്ഠിക്കപ്പെടട്ടെ. ഞാൻ ആത്മയുദ്ധത്തിന് മുമ്പിൽ കാൽ ചവിട്ടി എന്നെ തള്ളിയിട്ട് നുരയ്ക്കുന്നു. എനിക്ക് ഏതാണ്ട് ഒരു പ്രതിസന്ധി ഉണ്ട്, പിന്നോട്ട് മാറാമെന്നല്ല, നോ, ഗോ ഫോർവേഡ്. ആ ഹല്ലേലൂയ. ദൈവവൈദ്യനെ എന്റെ മേലുള്ള വിളി പുറകോട്ട് പോകാനല്ല, മുന്നോട്ട് പോകാനാകയാൽ. ഒടുവിൽ ദുരാത്മാവ് വിട്ടുമാറി. ജനം പറഞ്ഞു ഇതെന്തൊരു പരിപാടിയാണ്. ഞങ്ങൾ യേശയ്യാവിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ യെരമ്യാവിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ എസക്കിയേലിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ദാനിയേലിനെ കണ്ടിട്ടുണ്ട്. ഭൂതത്തെ പുറത്താക്കുന്ന ഒന്നിനെ പോലും കണ്ടിട്ടില്ല. അഭക്തരായ യഹൂദന്മാർ പറഞ്ഞ് യവന് ബേലിസബൂലാണ്. പെന്തിക്കോസ്തുകാർ പറയുന്ന പോലെ ഇവന് ബേലിസബൂലാണ്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ്, ഇവന് മാജിക്കുണ്ട്, ഇവന് സേവയുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ആത്മീയർ പറഞ്ഞു ഇതെന്തൊരധികാരം, ഇതെന്തൊരധികാരം. ഇവൻ ദുർഭൂതങ്ങളോട് കൽപ്പിക്കുന്നു, അവ കീഴടങ്ങുന്നു. എങ്കിൽ ഇന്ന് പകൽ നമുക്കൊന്ന് പറഞ്ഞുകൂടെന്നേ, പറയാൻ പോവാ. അതിനു മുന്നമേ 44-ാം അധ്യായത്തിന് 38-ാം വാക്യം. അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ. അതിനകത്ത് ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം കേട്ടുകേൾവി മാത്രം. പക്ഷെ പറഞ്ഞയാൾ എന്നെ പോലെ ഒരാളല്ല. റോൺ ചാൾസ് പറഞ്ഞൊരു വാചകം പറയാൻ പോവാ. ആര് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമല്ലോ. റോൺ ചാൾസ് പറഞ്ഞൊരു വാചകം. UNOയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനായിരുന്നു. നമ്മളെപ്പോലൊരു പുള്ളിയല്ല. ടോപ്പ് അതോറിറ്റിയായിട്ട് ഉയർന്ന റോൺ ചാൾസ് ഇവിടെ വന്നപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന്, അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു താഴെ നിന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ആളുകൾ തീരെ കുറവായിരുന്നതുകൊണ്ട് താഴെ നിന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഈ യേശു ശിമോൻ്റെ വീട്ടിൽ ചെന്നു. അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ച് കിടക്കുകയായിരുന്നു, പൊറിപ്പിച്ചു എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ യേശു ചെയ്ത എല്ലാ അത്ഭുതമൊന്നും എഴുതിയിട്ടില്ല. ഈ എടുത്തു പറയേണ്ട ചിലതാണ്. അദ്ദേഹം പറഞ്ഞത് ഗ്രാമങ്ങളിൽ പടർന്നുകൊണ്ടിരുന്ന ഒരു പകർച്ചവ്യാധി. ആ വിഷയം തൊടാനാണ് ഞാൻ ഈ വാക്യം ഒന്ന് വായിക്കുന്നത്. തൊട്ട് ശാസിച്ച് പ്രാർത്ഥിക്കാനാണ്. ഗ്രാമങ്ങളിൽ പടർന്നുകൊണ്ടിരുന്ന ഒരു പകർച്ചവ്യാധി ഇവിടം വരെ വന്നു. ഈ പകർച്ചവ്യാധി എതുവഴി പോകുന്നു, ആ ഗ്രാമത്തിൽ ആളുകൾ കൂട്ടമായി അങ്ങ് ചാകുക. ചത്തവരുടെ പെരയ്ക്ക് തീയും കൊടുത്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
ഇതുപോലെ ചത്തവർ ഗ്രാമങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രോഗം പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ അടുക്ക വന്നത്. അതുകൊണ്ട് ആ ജ്വരമെന്ന് പറയാതെ കഠിന ജ്വരമെന്ന് പറഞ്ഞത്. ആ വല്ലാത്ത പകർച്ചവ്യാധി ഇത് മുന്നോട്ട് തുടരാൻ പോകുക. ഈ പരുവത്തിന് ഇത് വരുന്ന വഴിയിലേക്ക് തടയുന്നവൻ കയറി നിന്നു. തടയുന്നവൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ, ദൈവപുത്രൻ പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്നൊന്ന് മാറണം. ഈ രോഗത്തെ തടയുന്നവൻ കയറി പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ അടുക്ക ചെന്നു. പത്രോസ്